സ്റ്റാർട്ട് ചെയ്യാം. നന്നായിട്ട് പെർഫോം ചെയ്യുക കേട്ടാ. അത്യാവശ്യം വലിയ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, എന്നാലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത്തിരി ആലോചിക്കാറുണ്ട്. എന്നാലും പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടാ. ആലോചിച്ചൊക്കെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാമല്ലോ. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. ചുവടെ നൽകിയതിൽ ഏത് ക്ഷേത്രമാണ് പ്രസിദ്ധമായ നെന്മാറ വല്ലങ്ങി വേലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? നെന്മാറ വേലയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഏതെന്നാണ് ചോദ്യം. നെന്മാറ വേല ആർക്കെങ്കിലും അറിയോ? നെന്മാറ വേല ഏത് ജില്ലയിലാ? നെന്മാറ വേല പാലക്കാട് ജില്ലയിലാണ്. നമ്മളത് വേറെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടല്ലേ. പാലക്കാട് ജില്ലയിലാണ് നെന്മാറ വേല എന്നുള്ള കാര്യം നമ്മൾ വേറെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെ, അത് തന്നെ ഒരു ചോദ്യമാണ്. നെന്മാറ വേല ഏത് ജില്ലയാണ്? അത് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിലാണ്. അപ്പൊ പാലക്കാടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ പാലക്കാടിന്റെ പരിസര പ്രദേശത്തുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. ആൻസർ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ. നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രമാണ്. ഓക്കെ, ഇങ്ങനെ ക്ഷേത്രങ്ങൾ നമുക്ക് ചോദിക്കും. കേരളത്തിന്റെ സാംസ്കാരികം എന്നൊരു ഭാഗത്ത് നിന്ന് നമുക്ക് ക്ഷേത്രങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. അതുകൊണ്ട് ഇത് പഠിച്ചു വേണം. നെന്മാറ വല്ലങ്ങി വേല പാലക്കാട് ജില്ലയിലെ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ്. ഓക്കെ, അതിനടുത്ത് താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതിനടുത്ത് താമസിക്കുന്നവരുണ്ടോ? ധന്യയുടെ വീട് അതിനടുത്താണോ? ഈ വർഷത്തെ നെന്മാറ വേല കഴിഞ്ഞോ? ഇല്ല. ഓക്കെ, പാലക്കാടാണ് സ്ഥലം. ഓക്കെ, കുഴപ്പമില്ല. ഏപ്രിലാണല്ലേ? നല്ല ചൂടല്ലേ ഏപ്രില്? പാലക്കാട് അല്ലെങ്കിലേ ചൂടാണ്. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന രാജ്യ റാണി എക്സ്പ്രസ് തിരുവനന്തപുരത്തെ ഏത് സ്ഥലവുമാണ് ബന്ധിപ്പിക്കുന്നത്? കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന രാജ്യ റാണി എക്സ്പ്രസ് ആ പേര് പഠിച്ചോണ്ടേ. രാജ്യ റാണി എക്സ്പ്രസ് തിരുവനന്തപുരത്തെ ഏത് സ്ഥലവുമാണ് ബന്ധിപ്പിക്കുന്ന ചോദ്യം. അറിയാന്നുള്ളവരുണ്ടോ? രാജ്യ റാണി എക്സ്പ്രസ്. ഈ ചോദ്യം നമ്മൾ പ്രീവിയസ് ആയിട്ട് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. നിലമ്പൂരിനെയാണ് കേട്ടോ. നിലമ്പൂരിനെ, അതായത് തിരുവനന്തപുരത്തിനെയും നിലമ്പൂരിനെയും ബന്ധിപ്പിക്കുന്ന ട്രെയിനാണ് രാജ്യ റാണി എക്സ്പ്രസ് കേട്ടോ. തിരുവനന്തപുരത്തെയും നിലമ്പൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെയിനാണ് രാജ്യ റാണി എക്സ്പ്രസ്. ഓക്കെ, അടുത്ത ചോദ്യം. പൂർണ്ണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഇതൊക്കെ ഒരുപാട് തവണ ചോദ്യം വന്നിട്ടുണ്ട്. പൂർണ്ണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പൂർണ്ണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഓപ്ഷൻ എ പെരുമാട്ടിയാണ് അല്ലെ. വളരെ പെരുമാട്ടി ഗ്രാമപഞ്ചായത്താണ് ആൻസർ. പെരുമാട്ടിയാണ് കേട്ടോ. ഇത് പഠിച്ചോണേ, ചോദ്യം ചോദിക്കുന്നതാണ്. പൂർണ്ണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പെരുമാട്ടിയാണ്. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഓക്കെ, അടുത്ത്. താഴെ കൊടുത്തിരിക്കുന്നവരിൽ ഇന്ത്യയിലെ ഉന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരം ലഭിക്കാത്ത മലയാളി കായിക താരം ആര്? ഖേൽരത്ന പുരസ്കാരം PR ശ്രീജേഷിന് ലഭിച്ചിട്ടുണ്ട്, KM ബീനാമോൾക്ക് ലഭിച്ചിട്ടുണ്ട്, അഞ്ജു ബോബി ജോർജിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ PT ഉഷയ്ക്ക് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിട്ടില്ല. ആൻസർ PT ഉഷയാണ്. മനസ്സിലായി? ഈ 3 പേർക്ക്, അതായത് KM ബീനാമോൾക്കും അഞ്ജു ബോബി ജോർജിനും അതുപോലെ PR ശ്രീജേഷിനും എന്ത് കിട്ടിയിട്ടുണ്ട്? ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ PT ഉഷയ്ക്ക് ലഭിച്ചിട്ടില്ല കേട്ടാ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, ഈ KM ബീനാമോൾക്കാണ് ഇതിൽ ആദ്യമായി ലഭിക്കുന്നത്. KM ബീനാമോൾക്ക് ലഭിച്ച വർഷമൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. നമ്മളത് എപ്പോഴും റിവിഷൻ ചെയ്യുന്നത് തന്നെയാണ്. ബീനാമോൾക്ക് 2002 കിട്ടി. അഞ്ജു ബോബി ജോർജിന് ഏത് വർഷമാണ് കിട്ടിയത്? അഞ്ജു ബോബി ജോർജിന് 2003 കിട്ടി. അഞ്ജു ബോബി ജോർജിന് 2003 കിട്ടി. ശ്രീജേഷിന് ഏത് വർഷമാണ് കിട്ടിയത്? ശ്രീജേഷിന് 2021 കിട്ടി. ശ്രീജേഷിന് 2021 ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത്. 2021 കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് PT ഉഷയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കുന്ന 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസൊക്കെ ചോദിച്ചതാണ്. PT ഉഷ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഏത് വർഷമാണ്? PT ഉഷ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് 1980. എവിടെ വെച്ചിട്ടാ ഒളിമ്പിക്സ് നടന്നേ? 1909 ഒളിമ്പിക്സ് 80 ഒളിമ്പിക്സ് എവിടെ വെച്ചിട്ടാ? 1900 അത് മോസ്കോയാണ്. മോസ്കോ ഒളിമ്പിക്സ് ആണ് അല്ലെ. മോസ്കോ ഒളിമ്പിക്സിലാണ് ആദ്യമായി പങ്കെടുക്കുന്നത്. 1980 മോസ്കോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുകയും 1984 എവിടുത്തെ ഒളിമ്പിക്സ്? 1984 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിലാണ്
ഫൈനലിലെത്തുകയും മെഡൽ നഷ്ടപ്പെടുകയും ചെയ്തത്. മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് ആണ് അല്ലെ. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് മെഡൽ നഷ്ടപ്പെട്ടത്. ഓക്കെ, വേറെയും ചോദ്യങ്ങളുണ്ട്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് PT ഉഷയാണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് PT ഉഷയാണ്. അതുപോലെ തന്നെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യ മലയാളി വനിതയും ആരാണ്? രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യ മലയാളി വനിതയും PT ഉഷയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ നമ്മള് അതുപോലെ രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗവും ആരാണ്? PT ഉഷയാണ്. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗവും PT ഉഷയാണ്. അങ്ങനെ ഒരുപാട് കാലം നമുക്ക് പഠിക്കാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യം മറക്കണ്ട. ഇവിടെ നമുക്ക് ഈ പറയുന്ന KM ബീന മോൾക്കാണ് ആദ്യമായിട്ട് ഈ പറയുന്ന ഖേൽരത്ന പുരസ്കാരം. കേട്ടോ, അത് മുമ്പ് ഈ ഖേൽരത്ന പുരസ്കാരത്തിന്റെ പേര് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഏറ്റവും ഉയർന്ന കായിക പുരസ്കാരമാണ് ഖേൽരത്ന. മുമ്പ് അതിന്റെ പേരെന്തായിരുന്നു? മുമ്പ് അത് രാജീവ് ഗാന്ധിയുടെ പേരിലായിരുന്നു. പിന്നീട് ഈ 2019 ശേഷമാണ് എന്താക്കിയത്? നമ്മുടെ ഇദ്ദേഹത്തിന്റെ പേരിലാക്കിയത്. ആരുടെ പേരിലാക്കിയത്? നമുക്ക് അതിന്റെ ചോദ്യമാണ്. ഏറ്റവും ഉയർന്ന കായിക പുരസ്കാരം നൽകുന്നത് ആരുടെ പേരിലാണെന്ന്. അത് ആരുടെ പേരിലാണ് പിള്ളേരെ? അത് ധ്യാൻചന്ദിന്റെ പേരിലാണ് അല്ലെ. ധ്യാൻചന്ദിന്റെ പേരിലാണ് നൽകുന്നത്. ധ്യാൻചന്ദിന്റെ ഹോക്കി മാന്ത്രി എന്നറിയപ്പെടുന്ന ധ്യാൻചന്ദിന്റെ പേരിലാണ് പുരസ്കാരം നൽകുന്നത്. 2002 ആദ്യമായിട്ട് മലയാളിക്ക് ലഭിച്ചത്. അത് KM ബീന മോളാണ്. 2003 അഞ്ജു ബോബി ജോർജിന് ലഭിച്ചു. 2021 നമ്മുടെ ഹോക്കി താരമായിട്ടുള്ള PR ശ്രീജേഷിന് ലഭിച്ചു. അപ്പൊ നമ്മൾ PT ഉഷയെ കുറിച്ച് പറഞ്ഞാൽ മറക്കണ്ട. 1980 മോസ്കോ ഒളിമ്പിക്സിലാണ് PT ഉഷ ആദ്യമായി പങ്കെടുക്കുന്നത്. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് ഫൈനലിൽ എത്തുകയും മെഡൽ നഷ്ടപ്പെടുകയും ചെയ്തത്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് PT ഉഷയാണ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ മലയാളി വനിതയും ആരാണ്? PT ഉഷയാണ്. അതുപോലെ നിങ്ങളിപ്പോ പറഞ്ഞു രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗവും ആരാണ്ട? PT ഉഷയാണ് കേട്ടോ. PT ഉഷയാണ്. പിന്നെ വേറെ ചോദ്യങ്ങൾ പറയുകയാണെങ്കിൽ കേട്ടോ, നമുക്ക് ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതായത് ക്യൂൻ ഓഫ് ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ്, ഇന്ത്യൻ ട്രാക്കുകളുടെയും അതുപോലെ ഇന്ത്യൻ ഫീൽഡിന്റെയും റാണി എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ പയ്യോളി എക്സ്പ്രസ്, ഇന്ത്യയുടെ ഗോൾഡൻ ഗേള്, ഇന്ത്യൻ ഗോൾഡൻ ഗേള്, ക്യൂൻ ഓഫ് ട്രാക്ക് ആൻഡ് ഫീൽഡ്, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന PT ഉഷയാണ്. കേട്ടോ. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഇനി അടുത്ത് ഈ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷ എന്ന് പറഞ്ഞു. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ മലയാളി ആരാ? രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ മലയാളി ആരാ? രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ മലയാളി അത് സർദാർ KM പണിക്കറാണ് കേട്ടോ. സർദാർ KM പണിക്കർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യ മലയാളി ആണെന്ന് സർദാർ KM പണിക്കറാണ്. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ മലയാളി സർദാർ KM പണിക്കറാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് നീണ്ടകരയിൽ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ആരംഭിച്ചത്? നീണ്ടകരയിലെ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഏത് രാജ്യമാണ്? നോർവേയുമായിട്ടാണ് അല്ലെ. നോർവേയുമായിട്ട് സഹകരിച്ചിട്ട് നമ്മളത് പഠിക്കുന്നുണ്ട്. ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് ആണ് എവിടെ ഉള്ളത്? നീണ്ടകരയിലുള്ളത്. അപ്പം നോർവേയുമായിട്ട് സഹകരിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ കേരള ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാ? ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ്ട? നമുക്കറിയാം. സാംസ്കാരികം, ഫിഷറീസ്, സിനിമ ഒക്കെ ആരാണ്? സജി ചെറിയാനാണ് അല്ലെ. സാംസ്കാരികം, ഫിഷറീസ്, അതുപോലെ സിനിമ, ആ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? സജി ചെറിയാനാണ് ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി. സജി ചെറിയാനാണ്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നമുക്ക് പ്രിലിംസിന് ചോദിച്ചതാ. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകരയാണ് അല്ലെ. നീണ്ടകരയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം. നമുക്ക് കഴിഞ്ഞ വർഷം തന്നെ LDക്കോ LGSനോ ചോദിച്ചതാണ് കേരളത്തിൽ എത്ര മത്സ്യബന്ധന ഗ്രാമങ്ങളുണ്ടെന്ന്. കേരളത്തിൽ എത്ര മത്സ്യബന്ധന ഗ്രാമങ്ങളാണ് ഉള്ളത്? 111 കേരളത്തിലെ മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ എണ്ണം ആർക്ക് പറയാം?
പിള്ളേരെ കേരളത്തിലെ മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ എണ്ണം 222 222 മത്സ്യബന്ധന ഗ്രാമങ്ങൾ കേരളത്തിലുണ്ട്. 222 മത്സ്യബന്ധന ഗ്രാമങ്ങളാണ് കേരളത്തിലുള്ളത്. മനസ്സിലായ? അവിടെ തന്നെ വേറൊരു ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിക്കും. അതിൽ 113 ഉൾനാടൻ മത്സ്യബന്ധന ഗ്രാമങ്ങളാണ് കേട്ടോ. ഉൾനാടൻ മത്സ്യബന്ധന ഗ്രാമങ്ങൾ 113 ആകെ 222 മത്സ്യബന്ധന ഗ്രാമങ്ങൾ കേരളത്തിലുണ്ട്. അതിൽ 113 ഉൾനാടൻ മത്സ്യബന്ധന ഗ്രാമങ്ങളാണ് കേട്ടോ. ഉൾനാടൻ മത്സ്യബന്ധന ഗ്രാമങ്ങളാണ്. ഓക്കെ അല്ലേ? ഓക്കെ, എന്താണ് കുഫോസിന്റെ പൂർണ്ണരൂപം? കുഫോസിന്റെ പൂർണ്ണരൂപം എന്താണ്? കുഫോസിന്റെ പൂർണ്ണരൂപം എന്താണ്? കുഫോസിന്റെ പൂർണ്ണരൂപം ആരെങ്കിലും? കേരള ഫിഷറീസാ കുഫോസിന്റെ പൂർണ്ണരൂപം? കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് അല്ലേ? കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് എന്നാണ് കുഫോസിന്റെ പൂർണ്ണരൂപം. കുഫോസ് എവിടെയാണ്? കുഫോസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കുഫോസ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് കുഫോസ് എവിടെയാണ്? കുഫോസ് കൊച്ചിയിലാണ് അല്ലേ? കുഫോസ് കൊച്ചിയിലാണ്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് നീണ്ടകരയിലെ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ നോർവേയുടെ സഹായത്തോടെയാണ്. ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് ആണ്. ഓക്കെ, അത് നമ്മൾ എക്സ്ട്രാ പോയിന്റുകൾ പറഞ്ഞു. നമ്മുടെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി എന്നോ സിനിമാ വകുപ്പ് മന്ത്രി എന്നോ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്നോ ചോദിച്ചാൽ ആരാണ്ട? അത് സജി ചെറിയാനാണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകര ഏത് ജില്ലയിലാണ്? നീണ്ടകര കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിലെ നീണ്ടകരയാണ് ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം. കേരളത്തിലെ മത്സ്യബന്ധന ഗ്രാമങ്ങളുടെ എണ്ണം 222 അതില് 113 ഉൾനാടൻ മത്സ്യബന്ധന ഗ്രാമങ്ങളാണ്. നമ്മുടെ കേരളത്തിലെ ഈ ഫിഷറീസും അതുപോലെ ഓഷ്യൻ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് കുഫോസ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് എന്നാണ് പൂർണ്ണരൂപം. കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ശരി, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതാണ്? കിഴക്കോട്ടൊഴുകുന്ന നദികളുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന എല്ലാവരും ചെയ്തേ. കിഴക്കോട്ട് ഒഴുകുന്നതിൽ ചെറിയ നദി പാമ്പാറാണ്. ശരിയോ തെറ്റോ? കിഴക്കോട്ട് ഒഴുകുന്നതിൽ ചെറിയ നദി പാമ്പാറാണ്. ശരിയാണ്, കിഴക്കോട്ട് ഒഴുകുന്ന ചെറിയ നദി പാമ്പാറാണ്. ഭവാനി പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്നു. ശരിയോ തെറ്റോ? ഭവാനി പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്നു. ശരിയാണ്. കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദി ഭവാനിയാണ്. കിഴക്കോട്ട് ഒഴുകുന്നതിൽ ഏറ്റവും വലിയ നദി ഭവാനിയല്ല. അത് ഏത് നദിയാണ്? അത് കബനി നദിയാണ് കേട്ടോ. കബനി നദിയാണ്. നമുക്ക് വേണ്ടത് ശരിയല്ലാത്തതാണ് വേണ്ടത്. അപ്പൊ ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. അതായത് കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി കബനിയാണ്. ഓക്കെ, അതാണ് തെറ്റായ പ്രസ്താവന. കബനിയല്ല, ഭവാനിയാണ്. അതാണ് തെറ്റായ പ്രസ്താവന. കോളെടുത്തോ. അടുത്ത്, കപില എന്നറിയപ്പെടുന്ന നദിയാണ് കബനി. ഇതൊക്കെ പ്രീവിയസ് ആണ്. കപില എന്നറിയപ്പെടുന്ന നദി കബനിയാണ്. അതും ശരിയായിട്ടുള്ളതാണ്. ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് എടുക്കുന്നത്, അതായത് ഭവാനി പാലക്കാടിലൂടെ ഒഴുകുന്നു. നമുക്കറിയാം കേരളത്തിലെ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. അതിലൊന്ന് ഭവാനിയാണ്. ഭവാനി പാലക്കാടാണ് ഒഴുകുന്നതെങ്കിൽ കബനി ഒഴുകുന്നത് ജില്ല ഏതാണ്? കബനി ഒഴുകുന്ന ജില്ല കബനി നദി ഒഴുകുന്ന ജില്ല വയനാടാണ് അല്ലെ? വയനാട് ജില്ലയിലാണ് കബനി ഒഴുകുന്നത്. ഭവാനി പാലക്കാട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പാമ്പാറാണ് കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും ചെറിയ നദി. പാമ്പാറ് ഒഴുകുന്നത് ഇടുക്കി ജില്ലയിലൂടെയാണ് കേട്ടോ. പാമ്പാർ ഒഴുകുന്ന ഇടുക്കി ജില്ലയിലൂടെയാണ്. ഇത് ഇത് പഠിച്ചോണം, ചോദിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കബനി, ഭവാനി, പാമ്പാറ് ഈ 3 കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. ഈ 3 നദികളും ഏത് നദിയുടെ പോഷക നദികളാണ്? കബനി, ഭവാനി, പാമ്പാറ് ഇത് 3 ഏത് നദിയുടെ പോഷക നദികളാണ്? കാവേരി നദിയുടെ പോഷക നദികളാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം. ഞാൻ ചോദിച്ചത് ഏറ്റവും വലുത് ഏറ്റവും വലുത് കബനിയാണ്. ഏറ്റവും ചെറുത് പാമ്പാറാണ്. പിന്നെ നമ്മൾ പറഞ്ഞു കബനി വയനാട് ജില്ലയിലാണ് ഒഴുകുന്നത്. പാമ്പാറ് ഇടുക്കി ജില്ലയിലാണ് ഒഴുകുന്നത്. ഓക്കെ, ഈ പറയുന്ന ഭവാനി പാലക്കാട് ജില്ലയിലാണ് ഒഴുകുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത്, കേരളത്തിലെ ചുരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയവയിൽ തെറ്റായ ജോഡി ഏതാണ്? വില്ലേജ് ഓഫീസിൽ പോലെ പ്രോഗ്രസ് ആയിക്കോ. കേരളത്തിലെ ചുരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയ തെറ്റായ ജോഡി
ഓക്കെ പിള്ളേരെ. ബോഡി നായ്ക്കന്നൂർ ചുരം. ബോഡി നായ്ക്കന്നൂർ ചുരം, ബോഡി നായ്ക്കന്നൂർ ചുരം പുനലൂർ ചെങ്കോട്ടയാണോ? അല്ല. ഓക്കെ, ബോഡി നായ്ക്കന്നൂർ ചുരം പുനലൂർ ചെങ്കോട്ടയല്ല. അതാണ് ആൻസർ. ഇത് തെറ്റാണ്. പുനലൂർ ചെങ്കോട്ട ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്ടാ? പുനലൂർ ചെങ്കോട്ട ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? പുനലൂർ ചെങ്കോട്ട ബന്ധിപ്പിക്കുന്നത് ആര്യങ്കാവ് ചുരമാണ് അല്ലേ? ആര്യങ്കാവ് ചുരം, ആര്യങ്കാവ് ചുരമാണ്. ആര്യങ്കാവ് ചുരമാണ് പുനലൂർ ചെങ്കോട്ട എന്ത് ചെയ്യുന്നത്? ബന്ധിപ്പിക്കുന്നത് ആര്യങ്കാവ് ചുരമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമ്മൾ കാവിലെ പൂച്ച, കാവിലെ പൂച്ച എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കോഡ് കഥയുണ്ട്, കാവിലെ പൂച്ച. അപ്പൊ ആര്യങ്കാവ് ചുരം, പൂച്ച, പുനലൂർ ചെങ്കോട്ട. ഓക്കെ, ബോഡി നായ്ക്കന്നൂർ ചുരം നമ്മള് ഒരു കോഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട? പാലക്കാട്ടെ പാൽക്കാരൻ കോയ, പാലക്കാട്ടെ പാൽക്കാരൻ കോയ, അയാൾക്കൊരു അസുഖമുണ്ട്, ബോഡി ഇടയ്ക്കിടെ മധുരിക്കും. അതായത് പാലക്കാട് ചുരം, പാലക്കാട് ചുരം, പാലക്കാട് ചുരം, പാലക്കാട്ടെ പാൽക്കാരൻ കോയ. പാലക്കാട്ടെ പാൽക്കാരൻ കോയ. അതായത് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയുമാണ്. പാലക്കാടിനെയും കോയമ്പത്തൂരിനെയുമാണ് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത്. ഇയാൾക്കൊരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞു, ബോഡി ഇടയ്ക്കിടെ മധുരിക്കും. അതായത് ബോഡി നായ്ക്കന്നൂർ ചുരം, ബോഡി നായ്ക്കന്നൂർ ചുരം, ബോഡി ഇടയ്ക്കിടെ മധുരിക്കും. ഇടുക്കി മധുര, ഇടുക്കി മധുര. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതൊക്കെ നമുക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഈ പേരമ്പാടി ചുരം നമ്മള് കൂർത്ത കണ്ണുള്ള പെരുമ്പാമ്പ്, അതാണ് അതിന്റെ കോഡ്. കൂർത്ത കണ്ണുള്ള പെരുമ്പാമ്പ്, കൂർത്ത കണ്ണുള്ള പെരുമ്പാമ്പ്, പേരമ്പാടി ചുരം, കണ്ണൂര് കൂർഗ്. കൂർത്ത കണ്ണുള്ള പെരുമ്പാമ്പ്, കണ്ണൂര് കൂർഗ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂര് വയനാട് പാൽച്ചുരം അല്ലേ? കണ്ണൂരിനെ വയനാടിനെ ബന്ധിപ്പിക്കുന്നതാണ് ഏത് പിള്ളേരെ? പാൽച്ചുരം. ഓക്കെ, അതുപോലെ താമരശ്ശേരി ചുരം, അതിന്റെ മറ്റൊരു പേരാണ് വയനാട് ചുരം. താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം, കോഴിക്കോട് വയനാട്. അത് നമ്മൾ വയനാട്ടിലെ കോഴിത്താമര, വയനാട്ടിലെ കോഴിത്താമര എന്ന് പറഞ്ഞ് നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. വയനാടിലെ കോഴിത്താമര, വയനാടിലെ കോഴിത്താമര. ഓക്കെ, ഇതൊക്കെ ഓർത്തിരിക്കുക, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം. പുനലൂർ ചെങ്കോട്ട ആര്യങ്കാവ് ചുരമാണ്. പാലക്കാട് ചുരം, കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. പാലക്കാട് കോയമ്പത്തൂർ ബന്ധിപ്പിക്കുന്നു. അതുപോലെ ബോഡി നായ്ക്കന്നൂർ ചുരം ഇടുക്കി മധുര, ബോഡി നായ്ക്കന്നൂർ ചുരം ഇടുക്കി മധുരയാണ്. പേരമ്പാടി ചുരം കൂർത്ത കണ്ണുള്ള പെരുമ്പാമ്പ്, പേരമ്പാടി ചുരം കണ്ണൂര് കൂർഗാണ്. അതുപോലെ പാൽ ചുരം കണ്ണൂര് വയനാടാണ്. താമരശ്ശേരി ചുരം അല്ലെങ്കിൽ വയനാട് ചുരം കോഴിക്കോട് വയനാടാണ്. ഓക്കെ, അടുത്ത് നക്ഷത്ര ആമ, ചാമ്പൽ മലയണ്ണാൻ തുടങ്ങിയ ജീവികളുടെ സാന്നിധ്യത്താൽ പ്രസിദ്ധമായ വന്യജീവി സങ്കേതം ഏതാണ്? നക്ഷത്ര ആമ, അതുപോലെ ചാമ്പൽ മലയണ്ണാൻ തുടങ്ങിയ ജീവികളുടെ സാന്നിധ്യത്താൽ പ്രസിദ്ധമായ വന്യജീവി സങ്കേതം ഏതാണ്ട്? അത് ചിന്നാറാണ് അല്ലെ? ചിന്നാറിലാണ് നക്ഷത്രാമയും ചാമ്പൽ മലയണ്ണനൊക്കെ കാണപ്പെടുന്നത്. ഓക്കെ, ഇത് നമ്മൾ മുമ്പും ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, നമുക്ക് അടുത്ത. ഈ നെയ്യാറില് ഒരു പാർക്ക് ഉണ്ട്, എന്തിനാണ് അറിയാമോ നെയ്യാറിലുള്ള പാർക്ക്? ലയൺ സഫാരി പാർക്ക്. ഓക്കെ, അത് നെയ്യാറിലുള്ളത് തന്നെ. വളരെ ക്രൊക്കഡൈൽ റിഹാബിറ്റേഷൻ സെന്റർ കേട്ടോ, നമ്മുടെ അഗസ്ത്യ മുനിയുടെ പേരിലാണത്. അഗസ്ത്യ മുനിയുടെ പേരിലുള്ള ഒരു ക്രൊക്കഡൈൽ റിഹാബിറ്റേഷൻ സെന്റർ, അത് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അത് നെയ്യാറാണ് കേട്ടോ, ക്രൊക്കഡൈൽ റിഹാബിറ്റേഷൻ സെന്റർ. അത് മുമ്പ് സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നായിരുന്നു. ആ സ്റ്റീവ് ഇർവിൻ പാർക്കിന്റെ പേര് മാറ്റിയിട്ട് എന്ത് ചെയ്തു? അത് ക്രൊക്കഡൈൽ, നമ്മുടെ അഗസ്ത്യ മുനിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അഗസ്ത്യ മുനിയുടെ പേരിൽ അത് ക്രൊക്കഡൈൽ റിഹാബിറ്റേഷൻ പാർക്കായിട്ട് അറിയപ്പെടുന്നത്. നിങ്ങൾ പറഞ്ഞ കാട്ടാണ്, നെയ്യാറിൽ തന്നെയാണ് നമ്മുടെ ലയൺ സഫാരി പാർക്ക്. ലയൺ സഫാരി പാർക്കില് മരക്കുന്നം ദ്വീപ് എന്ന് പറയും. നെയ്യാറിലെ മരക്കുന്നം ദ്വീപിലാണ് ഈ പറയുന്ന ലയൺ സഫാരി പാർക്ക്. നെയ്യാറിലെ മരക്കുന്നം ദ്വീപിലെ ലയൺ സഫാരി പാർക്ക് കേട്ടാ. ഇപ്പൊ അവിടെ സിംഹമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ കുറെ കാലത്ത് കോവിഡിനൊക്കെ മുമ്പൊക്കെ കണ്ട പോയപ്പോ അവിടെ ഒന്നോ രണ്ടോ സിംഹങ്ങൾ ഉണ്ടായിരുന്നു. അത് തന്നെ അത് ജാവാറായതായിരുന്നു. പിന്നെ കൊണ്ടുവന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ ഇല്ലല്ലോ അവിടെ. ഇല്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അത് ഈ 93 സ്റ്റാർട്ട് ചെയ്യണത്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 16 സിംഹങ്ങളെ എങ്ങനെയാണ് കൊണ്ടുവന്നത്. ഓക്കെ, ഈ സിംഹങ്ങൾ അവിടെ കിടന്ന് സ്റ്റോപ്പ് ചെയ്തല്ലേ. ആ സിംഹങ്ങൾ അവിടെ കിടന്ന് പെറ്റ് പെരുകുമെന്ന് കരുതിയിട്ട് ഈ കൊണ്ടുവന്ന സിംഹങ്ങളെല്ലാം എന്ത് ചെയ്യുന്നറിയാമോ? അവനെ വന്ധീകരിച്ചിട്ടാണ് അതിന്റെ ബാക്കിയെല്ലാം നശിച്ചു പോയെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഉള്ളതാണ് കള്ളെന്ന് അറിയത്തില്ല കേട്ടാ, പറഞ്ഞു കേട്ടൊരു കാര്യം പറഞ്ഞതാണ്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ അല്ലേ?
ഇപ്പോഴേ ഈ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കി പാമ്പിനെയൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ട്, കണ്ടിട്ടുണ്ടോ? പാമ്പിനെയൊക്കെ പെറ്റായിട്ട് വളർത്തുന്ന ആൾക്കാരുടെ വീഡിയോസ് ഒക്കെ അല്ലേ? പെരുമ്പാമ്പാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ആഗ്രഹം വല്ലതും ഉണ്ടാ? പാമ്പിനെ വളർത്തണം, സിംഹത്തെ വളർത്തണം, അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കാട്ടുപന്നി നല്ലതാണ്. കാരണം കാട്ടുപന്നി ഇപ്പൊ സുലഭമാണ്. ഓക്കെ, ആ ശരി. നോക്കിയോ, അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി എന്നാണ് ചോദ്യം. ചന്ദ്രഗിരി കോട്ട കാസർഗോഡ്, സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ, ചേറ്റുവ കോട്ട എറണാകുളം, ചാലിയം കോട്ട കോഴിക്കോട്. ഓക്കെ, തെറ്റായ ജോഡി ഏതാണ്? ഇതിൽ ഏതാണ് തെറ്റായ ജോഡി? അപ്പോൾ ചന്ദ്രഗിരി കോട്ട കാസർഗോഡ് ശരിയാണ്. ചന്ദ്രഗിരി കോട്ട. സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ, അതും ശരിയാണ്. ചാലിയം കോട്ട കോഴിക്കോടും ശരിയാണ്. ചേറ്റുവ കോട്ട എറണാകുളം തെറ്റാണ്. ചേറ്റുവ കോട്ട എവിടെയാണ്ടാ? ചേറ്റുവ കോട്ട എവിടെയാ? ചേറ്റുവ കോട്ട തൃശ്ശൂരാണ് കേട്ടോ. ചേറ്റുവ കോട്ട തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂരാണ് ചേറ്റുവ കോട്ട. ഓക്കെ, തൃശ്ശൂരാണ്. പഠിച്ചോണം, ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത്. അടുത്ത്, തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി. തൂവാനം ഇടുക്കി ജില്ലയിൽ പാമ്പാറ് നദി അല്ലേ? പാമ്പാറ് നദിയിലാണ് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിൽ പാമ്പാറ് നദി. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന താഴെ കൊടുത്ത കൃതികളെയും അവയുടെ രചയിതാക്കളെയും ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. നിങ്ങൾക്ക് അറിയാവുന്നത് വെച്ച് ഒന്ന് ശ്രമിച്ചു നോക്ക് കേട്ടോ. നമ്മളത് പലതും നമ്മൾ അല്ലാതെ വേറെ ക്വസ്റ്റ്യനിലൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ശ്രമിച്ചാൽ കിട്ടും. ഏറ്റവും ആരെങ്കിലും പറ്റുമോ നോക്കുക. പറ്റുമെങ്കിൽ കമന്റ് ചെയ്യും. ഒരെണ്ണം കിട്ടിയാൽ കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ വേറെ ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുള്ള ഒരെണ്ണം ഇവിടെ കിടപ്പുണ്ട്. പക്ഷേ റീസെന്റ് ആയിട്ട് ചെയ്ത്, അല്ലാതൊക്കെ ബാക്കി നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള പല ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതില്. ആരോ പിടിച്ചു. ഓക്കെ, കറക്റ്റ് ആണ്. നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടാ കോകില സന്ദേശം ഉദ്ദണ്ഡ ശാസ്ത്രികൾ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ? കോകില സന്ദേശം ഉദ്ദണ്ഡ ശാസ്ത്രികൾ. അത് വെച്ച് നമ്മൾ പിടിക്കുക. ഇവിടെ കോകില സന്ദേശം ഉദ്ദണ്ഡ ശാസ്ത്രി, അതായത് 1C ആണ്. 1C ആണ് കേട്ടോ. കോകില സന്ദേശം ഉദ്ദണ്ഡ ശാസ്ത്രി 1C ആണ്. അപ്പൊ 1C ഉള്ള ഒരൊറ്റ ഓപ്ഷനേ നമുക്കുള്ളൂ. 1C ഉള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ സി ആണത്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, അങ്ങനെ പിടിക്കുക. ക്ലിയർ ആണല്ലോ? പക്ഷെ ബാക്കിയുള്ളത് നിങ്ങളിത് പഠിച്ചോണം. നിങ്ങൾക്ക് ഇപ്പൊ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇപ്പം നിങ്ങൾ ഇത്രയും പേര് ഉണ്ടായിരുന്നിട്ട് പോലും അതിൽ 1-2 പേർക്ക് മാത്രമേ അത് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നത്. ഇങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾ ബാക്കിയുള്ളവരിന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ഇതൊക്കെ പഠിച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്ത്. അപ്പം ബാക്കിയുള്ളത് നിങ്ങൾക്ക് കിട്ടിക്കാണും. ഗോശ്രീ നഗര വർണ്ണനം എഴുതിയത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ് കേട്ടോ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ് ഗോശ്രീ നഗരവർണ്ണനം. ഈ ഗോശ്രീ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഗോശ്രീ എന്തുവാ? ഗോശ്രീ കൊച്ചിയുടെ പഴയ പേരാണ് ഗോശ്രീ കേട്ടാ. കൊച്ചിയുടെ പഴയ പേരാണ് ഗോശ്രീ കേട്ടാ. കൊച്ചിയുടെ പഴയ പേരാണ് ഗോശ്രീ. ഓക്കെ, അപ്പൊ ഗോശ്രീ നഗര വർണ്ണനം എഴുതിയിരിക്കുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി 2D. ഓക്കെ, അടുത്ത 3 ബാലമാർത്താണ്ഡ വിജയം എഴുതിയത് ദേവരാജനാണ്. ബാലമാർത്താണ്ഡ വിജയം എഴുതിയത്. ശ്രീ പത്മനാഭ ചരിതം എഴുതിയത് കൃഷ്ണ ശർമ്മയാണ്. ഓക്കെ, സോ ഇത് പഠിച്ചിരിക്കുക. ഈ കൃതികൾ, ഈ രീതിയിലുള്ള കൃതികളൊക്കെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിട്ട് വരും. കിട്ടിയാൽ നിങ്ങൾക്ക് അതൊരു അഡ്വാൻറ്റേജ് ആണ്. അത് പഠിച്ചിരിക്കുക, ഇടയ്ക്കൊക്കെ റിവിഷൻ ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്ത സംഭവങ്ങളെ ആദ്യം നടന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. പ്രിയങ്ക ഉണ്ടോ? പ്രിയങ്ക പ്രകാശ് ഉണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. താഴെ കൊടുത്ത സംഭവങ്ങളെ ആദ്യം നടന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. ക്രമീകരിച്ചാ?
ഓക്കെ, നമുക്ക് ആദ്യം വർഷങ്ങൾ എഴുതി നോക്കാം. വർഷം എഴുതി നോക്കാം. പിള്ളേരെ, തിരുവിതാംകൂർ സർവകലാശാല ഏത് വർഷമാണ്? തിരുവിതാംകൂർ സർവകലാശാല 1937. 1937 തിരുവിതാംകൂർ സർവകലാശാല 1937 ആണ്. കുഴപ്പമില്ല. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച അറിയോ? കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം കൊച്ചിയിലും മലബാറിലും 1947 തന്നെയാണ് അല്ലേ? 47. കൊച്ചി എന്ന് എടുത്ത് ചോദിക്കണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൊച്ചിയിലാണ് ക്രിസ്മസ് ആഘോഷം കൂടുതൽ. അപ്പൊ ക്രിസ്മസ് ഉള്ള മാസം ഡിസംബർ 20. ഡിസംബർ 20 കൊച്ചിയിലും 1947 ജൂൺ മാസം 2 മലബാർ. നമ്മൾ പഠിച്ചിട്ടുള്ളതന്നെ. ഓക്കെ, 47 ജൂൺ മാസം 2 മലബാറും 47 ഡിസംബർ 20 കൊച്ചിയിലുമാണ്. ഓക്കെ, അടുത്ത് ശ്രീമൂലം പ്രജാസഭ. വളരെ 1904 ആണ്. 1904 കറക്റ്റ് പറയുകയാണെങ്കിൽ ഒക്ടോബർ 1 ശ്രീമൂലം പ്രജാസഭ. 1904 ഒക്ടോബർ 1 ശ്രീമൂലം പ്രജാസഭ. ഓക്കെ, തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം അത് 1936. ഡേറ്റ് പറയുകയാണെങ്കിലോ 36 നവംബർ 12 അല്ലെ? നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം. ഓക്കെ, ക്ലിയർ ആണേ. അപ്പം നമുക്കിത് ഓർഡർ ചെയ്യുമ്പോൾ ഇതിൽ ആദ്യം വരുന്നത് 3 ആദ്യം വരുന്നത് അല്ലെ? 3 ആദ്യം വരും. ഓക്കെ, അതിനുശേഷം വരുന്നത് 4 അതിനുശേഷം വരുന്നത്, പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 വരുന്നത്. ഓക്കെ, സോറി, ഇവിടെ 2, 3, 4. ഓക്കെ, അപ്പൊ 3, 4, 1, 2 എന്ന് വരും. 3, 4, 1, 2 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ 3 ക്ഷേത്ര പ്രവേശനം ഒന്ന് ഓർത്തോണം, ഇമ്പോർട്ടന്റ് ആണ് ഈ 3 ക്ഷേത്ര പ്രവേശനം. അതായത് നമ്മുടെ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശനം 36 നവംബർ 12 തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശനം. അതിനുശേഷം മലബാറിലാണ് 47. ഇത് കാലഗണന ക്രമത്തിൽ ചോദിക്കുകയാണെങ്കിൽ ആദ്യം തിരുവിതാംകൂർ, പിന്നെ മലബാർ, പിന്നെ കൊച്ചിയാണ്. കാരണം 47 നടക്കുന്നതെങ്കിലും 47 ജൂൺ മാസം 2 തീയതിയാണ് മലബാറിൽ. ക്രിസ്മസ് ആഘോഷം കൊച്ചിയിൽ കൂടുതലായതുകൊണ്ട് ക്രിസ്മസ് നടക്കുന്ന മാസം, അതായത് 47 ഡിസംബർ 20 കൊച്ചി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. തിരുവിതാംകൂർ സർവകലാശാല 37 ശ്രീമൂലം പ്രജാസഭ 1904 ഒക്ടോബർ 1 ഓക്കെ, അപ്പൊ അതും ഈ പഠിക്കേണ്ട പോയിന്റ്സുകളാണ്. നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. എക്സ്ട്രാ പോയിന്റ് ഒക്കെ എടുക്കുന്നുണ്ടോ നിങ്ങള്? ഉണ്ട്. ഓക്കെ, നോട്ട് എന്തായാലും ഷെയർ ചെയ്യും കേട്ടോ. നോട്ട് ഷെയർ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നീട് നോട്ട് നോക്കിയിരിക്കണ്ടല്ലോ. ഓക്കെ, ഞാൻ സ്ലോ ആയിട്ടില്ലേ പറയണത്. ഏതെങ്കിലും ഒന്നുകൂടെ പറയണമെങ്കിൽ പറയാൻ കമന്റ് ചെയ്താൽ മതി കേട്ടാ. ഓക്കെ, ക്ലിയർ ആണ്. ചോദ്യം: പൊതു കിണറുകളിൽ നിന്ന് വെള്ളമെടുക്കാൻ താഴ്ന്ന ജാതിക്കാർക്ക് അവകാശമില്ലാത്തതിനെ ചോദ്യം ചെയ്ത ഏത് നവോത്ഥാന നായകനാണ് എല്ലാ ജാതിക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മുതിരിക്കിണർ അഥവാ സ്വാമി കിണർ കുഴിക്കാൻ നേതൃത്വം നൽകിയത്? നമ്മൾ കേരള നവോത്ഥാനം നമ്മൾ SCERT ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ ഈ ഒരു ചോദ്യം, അതായത് മുതിരിക്കിണർ അല്ലെങ്കിൽ സ്വാമി കിണർ കുഴിക്കാൻ നേതൃത്വം നൽകിയത് ആര്? വൈകുണ്ഠ സ്വാമികളാണ് അതിന് നേതൃത്വം നൽകിയത്. ഓപ്ഷൻ സി ആണ്. അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്ത്, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി വ്യവസ്ഥക്കെതിരെ രാമനമ്പിയുടെ നേതൃത്വത്തിൽ നടന്നത് ചുവടെ കൊടുത്തതിൽ ഏത് സമരമാണ്? എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ചോദ്യമാണ്. കുറിച്യ ലഹളയാണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നല്ലൊരു ചോദ്യമാണ്. ചുവടെ നൽകിയ പ്രസ്താവനകൾ പരിഗണിക്കുക. കമ്പനി ചട്ടങ്ങളെയും രാജ്യത്തെ ആചാര മര്യാദകളെയും അടിസ്ഥാനമാക്കി ചട്ടവരിയോലകൾ എന്ന നിയമസംഹിത തയ്യാറാക്കിയത് കേണൽ മൺറോയാണ്. തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാൻ പദവിയിൽ ഇരുന്ന വ്യക്തിയാണ് കേണൽ മൺറോ. പി രാജഗോപാലാചാര്യയെ പദവിയിൽ നിന്ന് മാറ്റി റാണി ഗൗരി ലക്ഷ്മിഭായിയാണ് മൺറോയിനെ ദിവാനായി നിയമിച്ചത്. ഓക്കെ, ഇതിൽ പിള്ളേരെ കമ്പനി ചട്ടങ്ങളെയും രാജ്യത്തെ ആചാര മര്യാദകളെയും അടിസ്ഥാനമാക്കി ചട്ടവരിയോലകൾ എന്ന നിയമസംഹിത തയ്യാറാക്കിയത് കേണൽ മൺറോ ആണ്. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, അടുത്ത്, തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാൻ പദവിയിൽ ഇരുന്ന വ്യക്തി തന്നെയാണ് ആര്? കേണൽ മൺറോ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അടുത്ത്, പി രാജഗോപാലാചാര്യയെ പദവിയിൽ നിന്ന് മാറ്റി റാണി ഗൗരി ലക്ഷ്മിഭായിയാണ് മൺറോവിനെ ദിവാനായി നിയമിച്ചത്. ഗൗരി ലക്ഷ്മിഭായിയാണ് നിയമിച്ചത്, കറക്റ്റ് ആണ്. പക്ഷെ പി രാജഗോപാലാചാര്യയെ മാറ്റിയില്ല. അയാൾ ജനിച്ചിട്ട് പോലും ഇല്ല ആ സമയത്ത്. ഓക്കെ, ആരെ മാറ്റിയിട്ടാണ്? ഉമ്മിണിത്തമ്പിയെ നമുക്കറിയാം. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷമാണ് ഉമ്മിണിത്തമ്പി ദിവാനായത്.
ഉമ്മിണിത്തമ്പിയെ മാറ്റിയിട്ടാണ് കേണൽ മൺട്രോവിനെ നിയമിച്ചത്. അതായത് 1ഉം 2ഉം ശരി, 1ഉം 2ഉം മാത്രം ശരി, 1ഉം 2ഉം മാത്രം ശരി. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1ഉം 2ഉം മാത്രം ശരി. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത് താഴെ നൽകിയവയിൽ തെറ്റായ ജോഡി എന്നാണ് ചോദ്യം. ഒന്ന് കണ്ടുപിടിച്ചേ. തെറ്റായ ജോഡി. താഴെ നൽകിയതിൽ തെറ്റായ ജോഡി ഏതാണ്? മാർത്ത കാർത്തികപ്പള്ളി, ഹെർക്കില കാസർഗോഡ്, നൗറ കണ്ണൂര്, ഗണപതി വട്ടം സുൽത്താൻ ബത്തേരി. മാർത്ത 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 എന്നാൽ കരുനാഗപ്പള്ളിയാണ്. മാർത്ത എന്നാൽ കരുനാഗപ്പള്ളി. നിങ്ങൾ നേരെ ചോദ്യം വായിക്കാതെ ഈ പള്ളി കണ്ടുകൊണ്ടാണ് നിങ്ങൾ തെറ്റിക്കുന്നത്. ഇതൊക്കെയാ കുഴപ്പം. ഈസി ക്വസ്റ്റ്യൻ ആണ്. മാർത്ത കരുനാഗപ്പള്ളിയാണ്. മാർത്ത കരുനാഗപ്പള്ളിയാണ്. ഒരുപാട് തവണ ഞാൻ തന്നെ നിങ്ങൾക്ക് ഈ പഴയ പേരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? മാർത്ത കരുനാഗപ്പള്ളിയാണ്. കാർത്തികപ്പള്ളിയുടെ പഴയ പേര് ബെറ്റിമിനി എന്നാണ് കേട്ടോ. ബെറ്റിമനി എന്നാണ് കാർത്തികപ്പള്ളിയുടെ പഴയ പേര്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഹെർക്കിലയൊക്കെ നമുക്ക് അറിയാന്നുള്ളതല്ലേ. ഹെർക്കില കാസർഗോഡ് കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. നൗറ കണ്ണൂർ കറക്റ്റ് ആണ്. ഗണപതി വട്ടം സുൽത്താൻ ബത്തേരി കറക്റ്റ് ആണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള തന്നെ ഇതൊക്കെ. ഓക്കെ, അപ്പൊ മാർത്ത നിങ്ങൾ ഓർത്തിരിക്കുക. മാർത്ത കരുനാഗപ്പള്ളിയാണ്. ബെറ്റമിനിയാണ് കാർത്തികപ്പള്ളി. ഹെർക്കില കാസർഗോഡ് കറക്റ്റ് ആണ്. നൗറ കണ്ണൂരാണ്. ഗണപതി വട്ടം സുൽത്താൻ ബത്തേരി. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ശരി, ഈ പഴയ പേര് ഇമ്പോർട്ടന്റ് ആണ്. പഴയ പേരും പുതിയ ഞാൻ അത് എടുത്തു തരാം കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ, അടുത്ത് എവിടെ വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനമാണ് കേരളത്തിലെ സൂറത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്? കേരളത്തിലെ സൂറത്ത്, ഇതും പ്രീവിയസ് ചോദ്യമാണ്. കേരളത്തിലെ സൂറത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് പിള്ളേരെ മഞ്ചേരി സമ്മേളനമാണ് കേരളത്തിലെ സൂറത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി, മഞ്ചേരി സമ്മേളനമാണ്. ഓക്കെ, മഞ്ചേരി സമ്മേളനം നടന്ന വർഷമൊക്കെ നമുക്കറിയാം. ഇപ്പൊ നമുക്ക് സ്ഥിരമായി ചോദിക്കുന്നുണ്ട്. മലബാർ കോൺഗ്രസ് സമ്മേളനം. ഓക്കെ, 1920 ഈ പറയുന്ന സമ്മേളനം. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലാസ് കിട്ടും കേട്ടോ. കിട്ടാത്ത ആൾക്കാർ ക്ലാസ് കിട്ടും. ഓക്കെ, അടുത്ത് താഴെ കൊടുത്തവയിൽ കേരള ചരിത്രത്തിൽ ആദ്യം നടന്ന സംഭവം ഏത്? കണ്ടുപിടിച്ചേ. കേരള ചരിത്രത്തിൽ ആദ്യം നടന്ന സംഭവം ഏതെന്നാണ് ചോദ്യം. കണ്ടുപിടിടാം. ഓക്കെ, ഈസിയാണ്. കൂനൻ കുരിശ് സത്യം ഏത് വർഷം? കൂനൻ കുരിശ് സത്യം ഏത് വർഷം ഉണ്ടാ? കൂനൻ കുരിശ് സത്യം 1653. കുളച്ചൽ യുദ്ധം ഏത് വർഷം? കുളച്ചൽ യുദ്ധം ഏത് വർഷം? 1741. 1741 കുളച്ചൽ യുദ്ധം. ഉദയംപേരൂർ സുനകദോസ് ഏത് വർഷം? ഉദയംപേരൂർ സുനകദോസ് 1599 ഉദയംപേരൂർ സുനകദോസ്. ആറ്റിങ്ങൽ കലാപം 1721. ഓക്കെ, 1653 കൂനൻ കുരിശ് പ്രതിജ്ഞ. അടുത്ത് കുളച്ചൽ യുദ്ധം 1741, ഉദയംപേരൂർ സുനഹദോസ് 1599, ആറ്റിങ്ങൽ കലാപം 1721. അപ്പൊ ആൻസർ വരേണ്ടത് ഏതാ? ആൻസർ ഓപ്ഷൻ സി, ഉദയംപേരൂർ സുനഹദോസ്. ക്ലിയർ ആണ്. ആദ്യം നടന്നില്ല ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വർഷമൊക്കെ പഠിച്ചു എടുക്കാൻ പറ്റും കേട്ടോ. ഈസിയാണ്. നിങ്ങൾ ഒന്ന് പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. തുടർച്ചയായ മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ഏതാണ്? കഴിഞ്ഞ ആഴ്ചയൊക്കെ പരീക്ഷ നടത്തിയ ടോപ്പിക്കിലുള്ളതാണ്. മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠനം നടത്തിയ കമ്മീഷനാണ് പിള്ളേരെ വില്യം ലോഗൻ കമ്മീഷൻ അല്ലെ. വില്യം ലോഗൻ കമ്മീഷനാണ് ഈ മാപ്പിള കലാപങ്ങൾ. ഓക്കെ, നിങ്ങളെ മനസ്സിലാക്കേണ്ട 3 കമ്മീഷനുണ്ട്. അതായത് മാപ്പിള കലാപം വില്യം ലോഗൻ ആണെങ്കിൽ മലബാർ കലാപം TL സ്ട്രേഞ്ച് കമ്മീഷനാണ് കേട്ടോ. സ്ട്രേഞ്ച് കമ്മീഷനാണ്. TL സ്ട്രേഞ്ച് കമ്മീഷനാണ് മലബാർ കലാപം. ഓക്കെ, വാഗൺ ട്രാജഡി AR നേപ്പ് കമ്മീഷൻ. മനസ്സിലായ?
പിള്ളേരെ അപ്പൊ ഈ ഒരു കാർഡ് നമ്മളെ ഈ 1830 കാലഘട്ടം തുടങ്ങി 1919 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയത് വില്യം ലോഗനും 1921 നടന്ന മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷണം നടത്തിയത് TL സ്ട്രേഞ്ച് കമ്മീഷനും വാഗൺ ട്രാജഡിയെ കുറിച്ച് വാഗൺ ട്രാജഡി ദുരന്തത്തെ കുറിച്ച് അന്വേഷണം നടത്തിയത് AR നേപ്പ് കമ്മീഷനുമാണ്. ഈ മൂന്നെണ്ണം മൂന്നായി തന്നെ പഠിച്ചിരിക്കുക ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത് നവോത്ഥാന നായകനായ വേദബന്ധുവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്ത പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത്? ഇപ്പൊ കുറേ പുതിയ നവോത്ഥാന നായകരെ കുറിച്ചൊക്കെ PSC എന്ത് ചെയ്യുന്നുണ്ട്, ചോദിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് വേദബന്ധു. അറിയോ? അറിഞ്ഞുണ്ടെങ്കിൽ സ്കിപ്പ് അടിച്ചോ, നിങ്ങൾക്ക് അറിയാൻ ചാൻസ് കുറവാണ്. നിങ്ങൾ ഈ പേര് തന്നെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ, പിള്ളേരെ ഇതിൽ ആൻസർ ആനന്ദ ഷേണായി എന്നതായിരുന്നു ശരിയായ പേര്. അതാണ് തെറ്റായിട്ടുള്ളത്. നമുക്ക് വേണ്ടത് ശരിയല്ലാത്തതാണ് വേണ്ടത്. ഓക്കെ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് R വെങ്കിടാചല അയ്യർ എന്നാണ്. യഥാർത്ഥ പേര് R വെങ്കിടാചല അയ്യർ എന്നാണ്. R വെങ്കിടാചല അയ്യർ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. R വെങ്കിടാചല അയ്യർ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. എന്നും പറഞ്ഞ് നമുക്ക് ഇത് മാത്രം പറഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. ആളൊരു പുതിയ ആളായത് കൊണ്ട് തന്നെ നമ്മൾ ഈ ബാക്കിയുള്ള പോയിന്റ് നോക്കി പോകണം. കൽപ്പാത്തി ലഹളയ്ക്ക് നേതൃത്വം നൽകിയവരിൽ ഒരാളായിരുന്നു. മനസ്സിലായ? വേദബന്ധു അല്ലെങ്കിൽ R വെങ്കിടാചല അയ്യർ. കേട്ടോ, അദ്ദേഹം ഒരു കേരള നവോത്ഥാന നായകനാണ്. കൽപ്പാത്തി ലഹളയ്ക്ക് നേതൃത്വം നൽകിയവരിൽ ഒരാളായിരുന്നു. ആര്യ സമാജത്തിലെ പ്രവർത്തകനായിരുന്നു. കേട്ടോ, പേര് നമ്മൾ പറഞ്ഞു, R വെങ്കിടാചല അയ്യർ എന്നാണ് പേര്. പിന്നെ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സത്യാർത്ഥ പ്രകാശം എന്ന ഗ്രന്ഥം സ്വാമി ദയാനന്ദ സരസ്വതിയാണ് എഴുതിയത്. അതിനെ ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഈ പറയുന്ന വേദബന്ധു എന്ന വ്യക്തി അല്ലെങ്കിൽ R വെങ്കിടാചല അയ്യറാണ്. ഓക്കെ ആണേ? 4 പോയിന്റ് കേട്ടോ. വേദബന്ധു, അദ്ദേഹത്തെ കുറിച്ച് 4 പോയിന്റ്. യഥാർത്ഥ പേര് R വെങ്കിടാചല അയ്യർ. കൽപ്പാത്തി ലഹളയ്ക്ക് നേതൃത്വം നൽകി. ആര്യ സമാജ പ്രവർത്തനായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്, സ്വാമി ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്ന ഗ്രന്ഥത്തെ ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്ടാ പിള്ളേരെ? ഈ പറയുന്ന R വെങ്കിടാചല അയ്യർ അല്ലെങ്കിൽ വേദബന്ധുവാണ്. ഓക്കെ, ക്ലിയർ ആണ്. രോഗങ്ങളും അവ ബാധിക്കുന്ന അവയവങ്ങളും താഴെ കൊടുത്തിരിക്കുന്ന തെറ്റായ ജോഡി ഏതാണ്? കണ്ടുപിടി. ഈസി ക്വസ്റ്റ്യൻ ആണ്. വളരെ ന്യൂമോണിയ ശ്വാസകോശം ശരിയല്ലേടെ? ന്യൂമോണിയ ശ്വാസകോശം ശരിയാണ്. ഓക്കെ. നെഫ്രൈറ്റിസ് വൃക്കയെ ബാധിക്കുന്ന രോഗം ശരിയാണ്. മഞ്ഞപ്പിത്തം കരള് ശരിയാണ്. സോറിയാസിസ് സന്ധികൾ തെറ്റാണ് അല്ലേ? സോറിയാസിസ് സന്ധികൾ തെറ്റാണ്. ഓക്കെ. സോറിയാസിസ് ബാധിക്കുന്നത് ത്വക്കിനെയാണ് അല്ലേ? ത്വക്കിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് സോറിയാസിസ്. ഓക്കെ, സോറിയാസിസ് രോഗം ബാധിക്കുന്നത് ത്വക്കിനെയാണ്. സോറിയാസിസ് മാത്രമല്ല, എക്സിമ രോഗം ബാധിക്കുന്നത് ത്വക്കിനെയാണ്. മെലനോമ രോഗം ബാധിക്കുന്നത് ത്വക്കിനെയാണ്. അതുപോലെ തന്നെ ഡെർമറ്റൈറ്റിസ് രോഗം ബാധിക്കുന്നത് ത്വക്കിനെയാണ്. എക്സിമ, മെലനോമ, ഡെർമറ്റൈറ്റിസ്, സോറിയാസിസ് ഈ രോഗങ്ങളൊക്കെ ബാധിക്കുന്നത് ത്വക്കിനെയാണ് അല്ലേ? ത്വക്കിനെയാണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. സന്ധികളെ ബാധിക്കുന്ന ഒരു രോഗം പറഞ്ഞേ. പ്രധാനപ്പെട്ട രോഗം. സന്ധികളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് ആർത്രൈറ്റിസ്. എന്താ പിള്ളേരെ? ആർത്രൈറ്റിസ് അല്ലേ? ആർത്രൈറ്റിസ് ആണ് സന്ധികളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രോഗം. ആർത്രൈറ്റിസ് നമ്മൾ വാദം എന്ന് പറയും. സന്ധിവാദം, ആർത്രൈറ്റിസ്. ഇനി വേറെയും ഉണ്ട് ഒരു രോഗം, ഗൗട്ട് രോഗം ബാധിക്കുന്നതും സന്ധികളെയാണ്. വാട്ട് ഈസ് ഗൗട്ട് എന്താണ്ടാ? സന്ധികളിൽ പിള്ളേരെ പഠിച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. സന്ധികളില് യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ. സന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി നല്ല വേദന വരുന്ന കണ്ടീഷനാണ് ഈ ഗൗട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സന്ധികളെ ബാധിക്കുന്ന ഈ 2 രോഗങ്ങൾ, ഒന്ന് ആർത്രൈറ്റിസ്, നമ്മൾ സന്ധിവാദം എന്ന് പറയും. മറ്റൊന്ന് ഗൗട്ടാണ്. ഗൗട്ട് എന്ന് പറഞ്ഞാൽ സന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്ന ആ ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് ഗൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ത്വക്കിനെ ബാധിക്കുന്നത് എക്സിമ, മെലനോമ, ഡെർമറ്റൈറ്റിസ്, അതുപോലെ സോറിയാസിസ് ഓർത്തിരിക്കുക. ഓക്കെ.
ചുവടെ കൊടുത്തിവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഈ ചോദ്യം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തിട്ടുള്ള അതേ ചോദ്യം തന്നെ എടുത്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ബാക്കിയൊന്നും പ്രീവിയസ് അല്ലെന്നല്ല, നമ്മൾ പ്രീവിയസ് ആയി ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഓർമ്മയുണ്ടെന്ന് നോക്കട്ടെ, ഒന്ന് കണ്ടുപിടിച്ച ആരെങ്കിലും? കണ്ടുപിടിക്കൂ. ഉത്തരം വന്നില്ല ഇതുവരെ. നോക്കാം. വളരെ കൺപോളകൾ തുടർച്ചയായി അടയാനും തുറക്കാനും സഹായിക്കുന്നത് ഓർബിക്കുലാരിസ് ഒക്കുലെ എന്ന പേശികളാണ്. ഇത് പഠിച്ചിരിക്കുക. നിങ്ങൾക്ക് +1 +2 ബയോളജിയിൽ ഇതൊക്കെ പഠിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ചോദിക്കുകയും ചെയ്യും. ഓർബിക്കുലാരിസ് ഒക്കുലെ എന്ന പേശിയാണ് നമ്മുടെ കൺപോളകൾ തുടർച്ചയായി അടക്കാനും തുറക്കാനും സഹായിക്കുന്ന പേശികൾ. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത്, പേശികളും അസ്ഥികളും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന നാരുകളാണ് ടെൻഡൻ. നമ്മൾ പഠിക്കുന്നുണ്ട്. എല്ലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അസ്ഥിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ്ടാ? സ്നായുക്കൾ അല്ലെങ്കിൽ ലിഗമെന്റ് ആണ് അല്ലേ? സ്നായുക്കൾ അല്ലെങ്കിൽ എല്ലും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ലിഗമെന്റ്. എല്ലും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ലിഗമെന്റ് ആണ്. ഓക്കെ, എല്ലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിഗമെന്റ് ആണ്, ഓർത്തിരിക്കുക, ലിഗമെന്റ്. പേശിയും അസ്ഥിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ടെൻഡൻ ആണ്, ടെൻഡൻ. കരയുന്നതിനും സങ്കടപ്പെടുന്നതിനും നമ്മളെ സഹായിക്കുന്ന സൈഗോമാറ്റിക്സ് എന്ന പേശിയാണ്. അതാണ് തെറ്റായ പ്രസ്താവന. അതാണ് ആൻസറും അതാണ്. സൈഗോമാറ്റിക്സ് എന്ന പേശി നമ്മളെ സഹായിക്കുന്നത് ചിരിക്കാനാണ്. നമ്മുടെ ഈ കവിളിൽ നമുക്ക് ചിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചിരിക്കുന്നേ? ഒന്ന് ചിരിച്ചേ, നിങ്ങൾ നിങ്ങളെ കവിളിങ്ങനെ മുകളിലോട്ടൊരു ഇത് വേണം നോക്കിയേ, ചിരിച്ചാ. ഇവിടെ സ്മൈലി ഇട്ട് ചിരിക്കാനല്ല പറഞ്ഞത്, യഥാർത്ഥത്തിൽ ചിരിച്ചു നോക്കാൻ. അപ്പൊ ചിരിക്കുമ്പോ കണ്ടില്ലേ, ഞാൻ തന്നെ ചിരിക്കാൻ വേണ്ട, നല്ല ഭംഗിയുണ്ടല്ലേ? ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു വലി പോരും. അപ്പൊ അതിന് ചിരിക്കാൻ സഹായിക്കുന്ന കവിളിലെ പേശികൾ, ചിരിക്കാൻ ലെഫ്റ്റ് ആവുകയാണ്, ഓഫീസിൽ പോണം. ഓക്കെ, ചിരിക്കാൻ സഹായിക്കുന്ന കവിളിലെ പേശികളാണ് ഏത് പിള്ളേരെ? ഈ പറയുന്ന സൈഗോമാറ്റിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ ചിരിക്കാൻ സഹായിക്കുന്നത്, കരയാനും സങ്കടപ്പെടാനും നമ്മളെ സഹായിക്കുന്നത് ഈ പറയുന്ന ഓർബിക്കുലാരിസ് ഒക്കുലെ തന്നെയാണ്. ഈ കാണുന്ന ഓർബിക്കുലാരിസ് ഒക്കുലെ തന്നെയാണ് നമ്മൾ കരയുമ്പോഴും സങ്കടപ്പെടുമ്പോഴും സഹായിക്കുന്നത്. മനസ്സിലായ? സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കരയുന്ന ഒരാളെ സഹായിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടാടേ? സഹായിക്കേണ്ട ആവശ്യമുണ്ടാ? കരയുന്ന ആളല്ലേ സഹായിക്കേണ്ടത്. ചിരിച്ച് സന്തോഷിക്കുന്ന ഒരാളെ നമ്മൾ സഹായിക്കേണ്ട ആവശ്യമുണ്ടോ? വിഷമിച്ചിരിക്കുന്ന കരയുന്ന ഒരാളെ വേണം നമ്മൾ സമാധാനിപ്പിക്കാനും എന്ത് ചെയ്യേണ്ടത്? സന്തോഷിപ്പിക്കാൻ ശ്രമിക്കേണ്ടത്. അവസരം സമാധാനിപ്പിക്കാനും സന്തോഷിക്കാനും ശ്രമിച്ചിട്ട് അയാൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലോട്ട് പോകരുത്. ഓക്കെ, അത് ഓർത്തോണം. ചില ആൾക്കാർ സമാധാനിപ്പിക്കുന്ന അങ്ങനെയാണ്. അല്ല, അങ്ങനെയാണ്. ഇപ്പൊ ഒരാളൊരു ലവ് ഫെയിലിയറിൽ വിഷമിച്ചിരിക്കുന്നു. അയാളെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വ്യാജേന മറ്റൊരാൾ വരുന്നു. അവസാനം ഇയാളുമായി മറ്റേയാൾ റിലേഷൻ ആവുകയും അവസാനം ചിലപ്പോ ഇയാൾ തട്ടിപ്പോവുകയും ചെയ്യും. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതാണ് പറഞ്ഞത്. ശരി. അപ്പം ഇവിടെ മനസ്സിലാക്കുക, കരയാനും സങ്കടപ്പെടുന്നതും നമ്മളെ സഹായിക്കുന്നത് പേശി എന്ന് പറഞ്ഞാൽ ഓർബിക്കുലാരിസ് ഒക്കുലയാണ്. നമ്മളെ ചിരിക്കാൻ സഹായിക്കുന്നത് സൈഗോമാറ്റിക്സ് ആണ് കേട്ടോ. അടുത്ത്, മാസറ്റർ എന്ന പേശി നമ്മളെ വായടയ്ക്കാൻ സഹായിക്കുന്നു. മാസറ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ഭാഗത്ത് കാണപ്പെടുന്ന ഇവിടെയും നമുക്ക് കാണപ്പെടുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മസിലാണ് മാസറ്റർ. ഈ മാസറ്റർ ആണ് നമ്മുടെ ഈ ഒരു നമ്മുടെ വായുടെ മൂവ്മെന്റ് ഉണ്ടല്ലോ, ആ വായുടെ മൂവ്മെന്റ്, വാ അടയ്ക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ആ ഒരു മസിലാണ് മാസറ്റർ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് പേരുകൾ ഫെമിലിയർ ആക്കി വെക്കുക. ഓർബിക്കുലാരിസ് ഒക്കുലെ കൺപോളകൾ തുടർച്ചയായി അടയ്ക്കാനും തുറക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ പേശിയും അസ്ഥിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാരുകളാണ് ടെൻഡൻ. ഇനി അസ്ഥികളെ തമ്മിൽ എല്ലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിഗമെന്റ്, തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിഗമെന്റ് ആണ്. അങ്ങനെ എല്ല് ലിഗമെന്റ്. ഓക്കെ, പേശിയും അസ്ഥിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ടെൻഡൻ. ഓക്കെ, ഈ എല്ല് അതിന്റെ ലിഗമെന്റ് ചിലപ്പോൾ മലയാളത്തിൽ സ്നായുക്കൾ എന്ന് പറയും കേട്ടോ. സ്നായുക്കൾ അത് നമ്മൾ അതും കണക്ട് ചെയ്തിട്ടുണ്ട്. നായക്ക് ഇഷ്ടമാണ്. അപ്പൊ എല്ലിനെയും ബന്ധിപ്പിക്കുന്നത് സ്നായുക്കൾ. നായക്ക് ഇഷ്ടമാണ്. അപ്പൊ എല്ലിനെയും ബന്ധിപ്പിക്കുന്ന ലിഗമെന്റ് അല്ലെങ്കിൽ സ്നായുക്കൾ. അത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, സെറ്റ് ആയല്ലോ? ഓളെടുത്തോ. ഓക്കെ.
അടുത്ത ട്രിപ്പിൾ ആന്റിജൻ വാക്സിൻ വഴി പ്രതിരോധിക്കപ്പെടുന്ന രോഗങ്ങൾ ഏതല്ല? ട്രിപ്പിൾ ആന്റിജൻ വാക്സിൻ. ട്രിപ്പിൾ ആന്റിജൻ വാക്സിൻ. ട്രിപ്പിൾ ആന്റിജൻ വാക്സിൻ. പിള്ളേരെ ട്രിപ്പിൾ ആന്റിജൻ വാക്സിൻ കണ്ട, നേരെ വായിക്കാത്തതുകൊണ്ടാണ് ആരോ ഒരാളെ ബി കമന്റ് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉൾപ്പെടെ പഠിച്ചതാണ്. ഡിഫ്തീരിയ, ടെറ്റനസ്, വില്ലൻ ചുമ. DPT വാക്സിനെയാണ് നമ്മൾ ട്രിപ്പിൾ ആന്റിജൻ വാക്സിൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. DPT വാക്സിൻ നമ്മൾ ട്രിപ്പിൾ ആന്റിജൻ വാക്സിൻ എന്ന് പറയുന്നത്. DPT വാക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, മറക്കരുതേ. അടുത്ത്, താഴെ കൊടുത്തവയിൽ പാരമ്പര്യ രോഗമല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തതിൽ പാരമ്പര്യ രോഗമല്ലാത്തത് ഹീമോഫീലിയ ഒരു പാരമ്പര്യ രോഗമാണ്. സിക്കിൾസ് അനീമിയ ഒരു പാരമ്പര്യ രോഗമാണ്. ഹണ്ടിങ്ടൺ രോഗം ഒരു പാരമ്പര്യ രോഗമാണ്. ഹാൻസൺസ് രോഗം ഒരു പാരമ്പര്യ രോഗമല്ല. ഹാൻസൺസ് രോഗം ഏതെന്നറിയോടാ? ഹാൻസൺസ് രോഗമാണ് കുഷ്ഠം. ഏതാ പിള്ളേരെ? കുഷ്ഠമാണ് ഹാൻസൺസ് രോഗം. കുഷ്ഠമാണ് ഹാൻസൺസ് രോഗം. ഹാൻസൺസ് രോഗം എന്നറിയപ്പെടുന്ന ഏതാണ്? കുഷ്ഠമാണ്. കുഷ്ഠം. ഓക്കെ, ലെപ്രസിയാണ്. കുഷ്ഠത്തിന് കാരണമാകുന്ന സൂക്ഷ്മജീവി ഏതാ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാ. ബാക്ടീരിയ ആണ് അല്ലെ? ബാക്ടീരിയ ആണ് കുഷ്ഠത്തിന് കാരണമാകുന്ന സൂക്ഷ്മജീവി. ആ ബാക്ടീരിയയുടെ പേരെന്താ പിള്ളേരെ? മൈക്കോബാക്ടീരിയം. മൈക്കോബാക്ടീരിയം. മൈക്കോബാക്ടീരിയം ലെപ്രേ. മൈക്കോബാക്ടീരിയം ലെപ്രേ. മൈക്കോബാക്ടീരിയം ലെപ്രേ എന്നാണ് കുഷ്ഠത്തിന് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേര്. കുഷ്ഠരോഗം ബാധിക്കുന്നത് എന്തിനെയാണ്? കുഷ്ഠരോഗം ബാധിക്കുന്നത് എന്തിനെയാണ് പിള്ളേരെ? കുഷ്ഠരോഗം ബാധിക്കുന്നത് എന്തിനെയാണ്? കുഷ്ഠരോഗം ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയെയും ബാധിക്കും. നാഡീവ്യവസ്ഥയും അതുപോലെ നമ്മുടെ ത്വക്കിനെയും ബാധിക്കുന്ന രോഗമാണ്. പ്രധാനമായിട്ടും നാഡീവ്യവസ്ഥ, നെർവസ് സിസ്റ്റത്തെയൊക്കെ ബാധിച്ചിട്ട് നമുക്ക് ടച്ച് ചെയ്ത് അറിയാൻ പറ്റൂല. മനസ്സിലായ? കുഷ്ഠരോഗം ബാധിച്ച ഒരാൾക്ക് നമ്മുടെ സ്കിന്നിൽ ആ ഒരു കുഷ്ഠത്തിന് ഇത് വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് ടച്ച് ചെയ്താൽ അറിയാൻ പറ്റത്തില്ല. കാരണം ഈ സാധനം നെർവസ് സിസ്റ്റത്തെയും ബാധിക്കുന്നുണ്ട്. അപ്പൊ നാഡീവ്യവസ്ഥയും ത്വക്കിനെയും ബാധിക്കുന്നുണ്ട്. പ്രധാനമായും നാഡീവ്യവസ്ഥയാണ് ഇത് തകരാറിലാക്കുന്നത്. ഓക്കെ, കുഷ്ഠരോഗ നിവാരണ ദിനം ഏതാണ്? ലോക കുഷ്ഠരോഗ നിവാരണ ദിനം ഏതാണ്? ലോക കുഷ്ഠരോഗ നിവാരണ ദിനം ആർക്കട? ഒക്ടോബർ 31. ജനുവരി 30. ജനുവരി 30 കുഷ്ഠരോഗ നിവാരണ ദിനം. ജനുവരി 30 കുഷ്ഠരോഗ നിവാരണ ദിനം. ജനുവരി 30 ഓക്കെ, കുഷ്ഠരോഗ നിവാരണ ദിനം. ഇനി കേരളത്തിലെ കുഷ്ഠരോഗ നിവാരണ പദ്ധതികൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരെണ്ണം പറഞ്ഞു. ഒരെണ്ണം അശ്വമേധമാണ്. അശ്വമേധം കുഷ്ഠരോഗ നിവാരണ പദ്ധതിയാണ്. അതുപോലെ എൽസ പദ്ധതിയും കുഷ്ഠരോഗ നിവാരണ പദ്ധതിയാണ് അല്ലെ? എൽസ പദ്ധതിയും കുഷ്ഠരോഗ നിവാരണ പദ്ധതിയാണ് കേട്ടാ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ പിള്ളേരെ, ഹാൻസൺസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ്, ലെപ്രസിയാണ്. ഓക്കെ, ബാക്ടീരിയ രോഗമാണ് കുഷ്ഠം. മൈക്കോബാക്ടീരിയം ലെപ്ര എന്ന ബാക്ടീരിയ കാരണമാണ് ഈ രോഗം ഉണ്ടാകുന്നത്. നാഡീവ്യവസ്ഥയെയും ത്വക്കിനെയും ഈ രോഗം ബാധിക്കുന്നുണ്ട്. ജനുവരി 30 ലോക കുഷ്ഠരോഗ നിവാരണ ദിനമായി ആചരിക്കുന്നത്. അശ്വമേധവും എൽസയും കേരളത്തിലെ കുഷ്ഠരോഗ നിവാരണ പദ്ധതികളാണ്. ഓക്കെ, ഇനി കുഷ്ഠരോഗം പകരുന്നത് വായുവിലൂടെയും പകരും, സമ്പർക്കത്തിലൂടെയും പകരും. വായു സമ്പർക്കം, മെയിനായിട്ട് സമ്പർക്കമാണ്. വായുവിലൂടെയും കുഷ്ഠരോഗം പകരുന്നു. ഓക്കെ, വായു സമ്പർക്കം എന്നീ മാർഗങ്ങളിലൂടെ കുഷ്ഠരോഗം പകരും. വായു സമ്പർക്കം എന്നീ മാർഗങ്ങളിലൂടെ കുഷ്ഠരോഗം പകരും. ഓക്കെ, കുഷ്ഠരോഗത്തെ കണ്ടെത്താനുള്ള പരിശോധനകൾ ഏതൊക്കെയെന്ന് അറിയാവോ? കുഷ്ഠരോഗം കണ്ടെത്താനുള്ള പരിശോധനകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലെപ്രാമിൻ ടെസ്റ്റുമുണ്ട്. ഹിസ്റ്റാമിൻ, ലെപ്രാമിനും ഹിസ്റ്റാമിനും വളരെ പഠിച്ചോണേ. ലെപ്രാമിൻ ഹിസ്റ്റാമിൻ കുഷ്ഠരോഗം കണ്ടെത്താനുള്ള പരിശോധനകളാണ്. ഓക്കെ, നന്നായിട്ട് റിവിഷൻ ചെയ്യുക. ഇതൊക്കെ നമുക്ക് മാർക്കായിട്ട് വീഴണം. ക്ലിയർ ആണേ? ശരി, അപ്പൊ പിള്ളേരെ മനസ്സിലായല്ലോ. വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും രോഗം പകരും. ലെപ്രാമിൻ, ഹിസ്റ്റാമിൻ എന്നിവയാണ് പരിശോധനകൾ. ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന രോഗം ഏതെന്ന് കേട്ടാൽ അത് കുഷ്ഠമാണ്. ഏറ്റവും പഴക്കം ചെന്ന രോഗം നിലവിൽ ഉള്ളതിൽ ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന രോഗം കുഷ്ഠമാണ്. അത് കഴിഞ്ഞാൽ ക്ഷയമാണ്. കുഷ്ഠവും ക്ഷയവും ഒക്കെ നല്ല പഴക്കമുള്ള രോഗമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, ഓക്കെ. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ ഫിറമോണുകൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാം? ഫിറമോണുകൾ എന്ന് വെച്ചാൽ ജന്തു ഹോർമോണുകളാണ്. നമ്മളെ ഈ പറയുന്ന നമ്മളെ ചെറിയ ചെറിയ ജീവികളാണ് മെയിനായിട്ട് അത് യൂസ് ചെയ്യുന്നത്. നമ്മളെ ഈ ഇതുണ്ടല്ലോ, തേനീച്ച, അതുപോലെ ഉറുമ്പ്, അങ്ങനെയുള്ള ജീവികളൊക്കെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് തന്നെ അതൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്.
ഒരു സെറ്റ് ഓഫ് ഹോർമോണാണ് ഫിറമോണുകൾ എന്ന് പറയുന്നത്. ജന്തു ഹോർമോണുകൾ ഫിറമോണുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഫിറമോണുകൾ ഇണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. ഇണയെ ആകർഷിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഭക്ഷണ ലഭ്യത അറിയിക്കൽ. ഇപ്പൊ ഉറുമ്പുകൾ തന്നെ ഒരു ഉറുമ്പ് പോയിട്ട് ഭക്ഷണം എവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഈ ഫിറമോൺ വഴി ബാക്കിയുള്ളവരെ അറിയിക്കും. സഞ്ചാരപാത നിർണ്ണയിക്കൽ. നിങ്ങൾ നോക്കിയാൽ ഇപ്പൊ ഈ ഉറുമ്പുകളൊക്കെ പോകുന്നത് ഇങ്ങനെ ഒരേ വരിയിലല്ലേ പോകുന്നത്. അത് ഈ ഹോർമോണിന്റെ ഇത് യൂസ് ചെയ്തിട്ടാണ്. മനസ്സിലായ? പിന്നെ അപകട സാധ്യത അറിയിക്കൽ. അപകട സാധ്യത അറിയിക്കാനും ഈ പറയുന്ന ഫിറമോൺ ഉപയോഗിക്കുക. SCRT പോയിന്റ്സ് ആണ് കേട്ടോ. അപ്പം ഫിറമോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ചെറിയ ജീവികളിലൊക്കെ ഉള്ള ഹോർമോണാണ് ഫിറമോണുകൾ. അതിന്റെ ലക്ഷ്യങ്ങള് ഇണയെ ആകർഷിക്കല്, അതുപോലെ ഭക്ഷണ ലഭ്യത അറിയിക്കൽ, സഞ്ചാരപാത നിർണ്ണയിക്കൽ, അപകട സാധ്യത അറിയിക്കൽ. ഇതൊക്കെയാണ്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പം ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. ഓക്കെ. അപ്പം ഇണയെ ആകർഷിക്കൽ, ഭക്ഷണ ലഭ്യത അറിയിക്കൽ, സഞ്ചാരപാത നിർണ്ണയിക്കൽ, അപകട സാധ്യത അറിയിക്കൽ, ഇതൊക്കെയാണ് ഫിറമോണുകളുടെ ലക്ഷ്യം. ഓക്കെ. അല്ലെങ്കിൽ അതിന്റെ സാഹചര്യങ്ങൾ. ഓക്കെ. നമ്മൾ ഇണയെ ആകർഷിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? മനുഷ്യര് എന്താ ചെയ്യുന്നത്? സൈറ്റ് അടിച്ച് കാണിക്കും അല്ലേ? നമുക്ക് എളുപ്പം പോയി ഒറ്റ കണ്ണടച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആ പരിപാടി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ സൈറ്റ് അടിയൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ വാട്സപ്പും മൊബൈൽ ഫോണും ടെക്നോളജി വന്നപ്പോൾ അതും അന്യം നിന്ന് പോയൊരു കലാരൂപമായി മാറി സൈറ്റ് അടിയൊക്കെ. ഓക്കെ. തന്നെ ഇപ്പൊ ഇല്ല. ഇപ്പൊ നമുക്ക് പണ്ടാണെങ്കിൽ നമുക്ക് ഒരാളത്തിന് താല്പര്യമുണ്ടെന്ന് അറിയിക്കാണ്ട് നമുക്കിങ്ങനെ പരിപാടി ചെയ്ത് മതി. എനിക്കാണെങ്കിൽ അത് പറ്റത്തില്ല. എനിക്ക് ഒരു കണ്ണായിട്ട് അടയ്ക്കാൻ പറ്റത്തില്ല. ഓഹ്. ശരി. താഴെ നൽകിയവയിൽ ഏതാണ് ഭാരതീയ ചികിത്സാ വകുപ്പ് ആരംഭിച്ച സമഗ്ര ആയുർവേദ സാന്ത്വന പരിചരണ പദ്ധതി? താഴെ നൽകിയവയിൽ ഏതാണ് ഭാരതീയ ചികിത്സാ വകുപ്പ് ആരംഭിച്ച സമഗ്ര ആയുർവേദ സാന്ത്വന പരിചരണ പദ്ധതി? അത് സ്നേഹധാരയാണ്. സ്നേഹധാരയാണ് കേട്ടോ. സ്നേഹധാര. ഓക്കെ. സ്നേഹധാരയാണ് കേട്ടോ. അപ്പം ആയുർവേദ സാന്ത്വന പരിചരണ പദ്ധതി സ്നേഹധാരയാണ് ഭാരതീയ ചികിത്സാ വകുപ്പ് ആരംഭിച്ചത്. ഇനി സ്നേഹസ്പർശമൊക്കെ നമുക്കറിയാം. അവിവാഹിതരായ അമ്മമാർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. സ്നേഹസാന്ത്വനവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൻഡോസൾഫാൻ ദുരന്ത ബാധിതർ അല്ലെ, എൻഡോസൾഫാൻ ദുരന്ത ബാധിതർക്കുള്ള ധനസഹായ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാർക്കുള്ള ധനസഹായം. സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാർക്കുള്ള ധനസഹായം. സ്നേഹസാന്ത്വനം എൻഡോസൾഫാൻ ദുരന്തം ബാധിച്ചവർക്കുള്ള ധനസഹായം. പിന്നെ സ്നേഹപൂർവവുമുണ്ട്. ആ 3 പദ്ധതികളും പലപ്പോഴും ചോദിക്കുന്നതാണ്. സ്നേഹപൂർവ്വം ഒക്കെ നമുക്കിപ്പോ LDക്കൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് സ്നേഹപൂർവ്വം. സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സംരക്ഷണം ഇല്ലാത്തതോ ആയ കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം. സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാർക്ക് ധനസഹായം. സ്നേഹസാന്ത്വനം എൻഡോസൾഫാൻ ദുരന്ത ബാധിതർക്കുള്ള ധനസഹായം. സ്നേഹപൂർവ്വം മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതോ മാതാപിതാക്കളുടെ സംരക്ഷണം ഇല്ലാത്തതോ ആയ ആൾക്കാർക്കുള്ള ആ ധനസഹായമാണ് കേട്ടോ. കുട്ടികൾക്കുള്ള ധനസഹായമാണ്. ഓക്കെ. അപ്പൊ സമഗ്ര ആയുർവേദ സാന്ത്വന പരിചരണ പദ്ധതി അത് സ്നേഹധാരയാണ്. ഓക്കെ. താഴെ നൽകിയവയിൽ തെറ്റായത് ഏതാണ്? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വായിച്ച് പെട്ടെന്ന് ഉത്തരം കമന്റ് ചെയ്തേ. ഓക്കെ പിള്ളേരെ. മലേറിയ ദിനം ഏപ്രിൽ 25 ശരിയാണോ? മലേറിയ ദിനം. അതെ, മലേറിയ ദിനമൊക്കെ പഠിക്കേണ്ടതാണ്. മലേറിയ ദിനം ഏപ്രിൽ 25 ശരിയാണ്. ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28 ശരിയാണോ? ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ 28 ശരിയാണ്. ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ശരിയാണ്. പ്രമേഹ ദിനം ഒക്ടോബർ 23 തെറ്റാണ്. പ്രമേഹ ദിനം നവംബർ 14 നവംബർ 14 ലോക പ്രമേഹ ദിനം. നവംബർ 14. അപ്പൊ അതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ. അടുത്ത് താഴെ കൊടുത്തവയിൽ ഏത് രോഗമാണ് MMR പ്രതിരോധ കുത്തിവയ്പ്പിൽ ഉൾപ്പെടാത്തത്? MMR. വളരെ ആൻസർ ഓപ്ഷൻ സി. ഓപ്ഷൻ സി വില്ലൻ ചുമയാണ് അല്ലെ. വില്ലൻ ചുമയ്ക്ക് നമ്മൾ പറഞ്ഞു, വില്ലൻ ചുമയ്ക്ക് DPT ആണ് അല്ലെ. DPT ആണ് വാക്സിൻ. ട്രിപ്പിൾ ആന്റിജൻ ആണ്. MMR-ല് എന്തൊക്കെ വരുമെന്ന് കേട്ട് കഴിഞ്ഞാൽ MMR വാക്സിനില് മംസ് എന്ന് വെച്ചാൽ മുണ്ടിനീര് അല്ലെ. മംസ് എന്ന് വെച്ചാൽ മുണ്ടിനീര്. ഓക്കെ. അടുത്ത M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീസിൽസ് എന്ന് പറഞ്ഞാൽ 5-ാം പനി. മീസിൽസ് എന്ന് പറഞ്ഞാൽ 5-ാം പനി. R എന്ന് പറഞ്ഞാൽ റുബല്ല. ഓക്കെ. അപ്പൊ അതാണ് MMR വാക്സിൻ. MMR വാക്സിനും DPT വാക്സിനും പഠിച്ചോണം. DPT എന്ന് വെച്ചാൽ ഡിഫ്തീരിയ പെർട്യൂസസ് ടെറ്റനസ് ആണ്. MMR എന്ന് പറഞ്ഞാൽ മംസ് മീസിൽസ് റുബല്ല എന്നിവയാണ് MMR എന്ന് പറയുന്നത്. മംസ് മീസിൽസ് റുബല്ല. ഓക്കെ ആണല്ലോ.
മറക്കരുത്. മംസ് എന്ന് പറഞ്ഞാൽ മുണ്ടിനീര്, മീസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-ാം പനി, റുബല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗം. അതും ചോദിച്ചിട്ടുണ്ട്. ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗമാണ് പിള്ളേരെ റുബല്ല എന്ന് പറയുന്നത് കേട്ടോ. അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗമാണ് റുബല്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ സർക്കാരിന്റെ MMR വാക്സിനിൽ നിന്ന് ഈ മുണ്ടിനീരെടുത്ത് മാറ്റിയെന്ന് തോന്നുന്നു. അത് മംസ് മാറ്റിയെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ മംസ് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. സർക്കാരിന്റെ MMR വാക്സിനിൽ ഇപ്പൊ മംസ് ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? മംസ് ഇല്ലല്ലേ? MR അല്ലേ ഉള്ളൂ. ഇപ്പൊ MR വാക്സിൻ അല്ലേ ഉള്ളൂ. നമുക്ക് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ നമുക്ക് ഈ മംസിന്റെ ഇത് എടുക്കാം, വാക്സിൻ എടുക്കാം കേട്ടാ. ഓക്കെ. മംസ് ഇപ്പം മീസിൽസ് എന്ന് പറഞ്ഞാൽ 5-ാം പനി. മീസിൽസ് 5-ാം പനിയാണ്. ഇപ്പം എനിക്കൊന്ന് എവിടെയൊക്കെ സ്കൂളിനൊക്കെ അവധി കൊടുത്തു ഈ മംസ് സ്പ്രെഡ് ആവുന്നതെന്ന് പറഞ്ഞിട്ട്. മംസ് എന്ന് പറഞ്ഞ ഒരു കൈരളി സ്കൂൾ നെടുമങ്ങാട്. ഓക്കെ. എടാ, മംസ് എന്ന് പറഞ്ഞാൽ ഒരു വൈറസ് രോഗമാണ് മംസ്. ആലപ്പുഴയിലുണ്ടോ? മംസ് വൈറസ് രോഗമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പാരാമിക്സോ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് കാരണം ഉണ്ടാകുന്ന ഒരു വൈറസ് രോഗമാണ് ഈ പറയുന്ന മംസ്. നമ്മുടെ പരോട്ടിഡ് ഗ്ലാൻഡിനെ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണ്, പരോട്ടിഡ് ഗ്ലാൻഡിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഈ മംസ്. ഓക്കെ, ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ഏത് രോഗമാണ് ഹാൻസൺസ് രോഗം എന്നുകൂടി അറിയപ്പെടുന്നത്? നേരത്തെ ചെയ്ത ദിവസം തന്നെ ഹാൻസൺസ് രോഗം. അപ്പോൾ ഹാൻസൺസ് രോഗം കുഷ്ഠമാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ മാർക്ക് സെക്യൂർ ആക്കണം. ബാക്കിയുള്ളവരെക്കാളൊക്കെ മുന്നോട്ട് കയറി പോകാനുള്ള സാധനങ്ങളാണ്. കറക്റ്റ്. ഓക്കെ, കുഷ്ഠം. അടുത്ത്, കേരള സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആശാഭവനുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ആശാഭവനുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയെന്നാണ്. വയോജനങ്ങളെ പകൽ സമയങ്ങളിൽ പരിപാലിക്കാൻ ആരംഭിച്ച കേന്ദ്രങ്ങൾ. ശരിയോ തെറ്റോ? വയോജനങ്ങളെ പകൽ സമയങ്ങളിൽ പരിപാലിക്കാൻ വേണ്ടി ആരംഭിച്ച കേന്ദ്രങ്ങൾ. ഒന്ന് തെറ്റാണ് പിള്ളേരെ, ഒന്ന് തെറ്റാണ്. അടുത്ത്, മാനസിക രോഗം ഭേദമായിട്ടും നോക്കാൻ ആരുമില്ലാത്തവരുടെ പരിചരണത്തിനും സംരക്ഷണത്തിനും വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ. അത് ശരിയല്ലേ? അത് ശരിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രീവിയസ് ചോദ്യമാണ്. മാനസിക രോഗം ഭേദമായിട്ടും നോക്കാൻ ആരുമില്ലാത്തവരുടെ പരിചരണത്തിനും സംരക്ഷണത്തിനുള്ള കേന്ദ്രമാണ് ആശാഭവൻ. ഇനി അടുത്ത്, സംസ്ഥാനത്ത് 6 ആശാഭവനുകളാണ് ഉള്ളത്. ഇതൊരു പ്രീവിയസ് ചോദ്യം അതുപോലെ ഇട്ടിരിക്കുന്നതാണ്. അതും ശരിയാണ്. അതായത് 2ഉം 3ഉം മാത്രം ശരി. ഓപ്ഷൻ എ ആണ് ആൻസർ. 2ഉം 3ഉം മാത്രം ശരി. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, ഒരു സസ്പെൻഷനിലൂടെയോ കൊളോയിഡൽ ദ്രവത്തിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകും. അതിനാൽ പ്രകാശത്തിന്റെ സഞ്ചാരപാത ദൃശ്യമാകും. ഈ പ്രതിഭാസം ഏതാണ്? ഒരു സസ്പെൻഷനിലൂടെയോ കൊളോയിഡൽ ദ്രവത്തിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകും. അതിനാൽ പ്രകാശത്തിന്റെ സഞ്ചാരപാത ദൃശ്യമാകും. ഈ പ്രതിഭാസം നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഇതിൽ സ്ഥിരം കാണുന്ന ഒരു സാധനമേ ഉള്ളൂ. അതേതാണ്? ടിൻഡൽ പ്രഭാവമാണ്. ടിൻഡൽ പ്രഭാവം തന്നെയാണ് ആൻസർ കേട്ടാ. ടിൻഡൽ പ്രഭാവം മനസ്സിലായല്ലോ. പിന്നെ ഞാൻ നിങ്ങൾ ക്ലാസ് എടുക്കുമ്പം നിങ്ങൾക്ക് മിസ് അത് വെച്ചിട്ട് പറഞ്ഞുതരും, മറ്റേ ഇമേജ് വെച്ചിട്ട് പറഞ്ഞുതരും കേട്ടോ എന്താണെന്നുള്ളത്. ഓക്കെ, അടുത്ത, ഒരു അസന്തുലിത ബാഹ്യബലത്തിന് വിധേയമാക്കപ്പെടുന്നത് വരെ ഏതൊരു വസ്തുവും അതിന്റെ സ്ഥിരാവസ്ഥയിലോ നേർരേഖയോ സമചലനത്തിലോ തുടരും. പഠിച്ച് മടുത്ത കാര്യമാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. ഓക്കെ, ക്ലിയർ ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ സ്കൂളിൽ പഠിച്ചതിനേക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് PSC പഠിച്ചപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ശരിയോ തെറ്റോ? ശരിയാണ്. ഓക്കെ, ഇന്ന് നിങ്ങൾക്കത് ആവശ്യമാണ്. മനസ്സിലായോ? അന്ന് നിങ്ങളെ തല്ലി പഠിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു. ഇന്ന് നിങ്ങൾക്കത് ആവശ്യമായത് കൊണ്ട്. മനസ്സിലായില്ലേ? അതാ പറയുന്നേ, നിങ്ങൾക്ക് ആർക്കും കഴിവില്ലാത്തത് കൊണ്ടല്ല. നിങ്ങൾക്ക് എപ്പോഴാണ്, ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, അതായത് ഇനിയൊരു ജോലി ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു സാഹചര്യം നമ്മൾക്ക്, അതായത് നമ്മുടെ ലൈഫ് കൊണ്ട് അടിച്ച് താഴെ ഇട്ട് നമുക്കിനി എണീക്കണമെങ്കിൽ ഒരു ജോലി വേണമെന്നൊരു സാഹചര്യം വരുമ്പോൾ ഈസി ആയിട്ട് വാങ്ങിച്ചു കയറിപ്പോവും. മനസ്സിലായ? കാരണം അത്രയ്ക്ക് ആവശ്യം വരുമ്പോഴാണ്, അത്യാവശ്യം. അതാണ്, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. ലെഫ്റ്റ് ആയി. ഓക്കെ, കഴിവില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. ഇതാണ് നിങ്ങളത്
സീരിയസ് ആയിട്ട് ഇത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അത് നടക്കും പെട്ടെന്ന്. ഓക്കെ, ക്ലിയർ ആണ്. 8 ക്വസ്റ്റ്യൻ കൂടെ ഇപ്പൊ കഴിയും. തന്നിരിക്കുന്നതിൽ വിസ്കോസിറ്റി കുറഞ്ഞത് ഏതിനാണ്? വിസ്കോസിറ്റി കുറഞ്ഞത് ഏതാണെന്ന് ചോദ്യം. തന്നിരിക്കുന്നതിൽ വിസ്കോസിറ്റി കുറഞ്ഞത് ഡീസലിനാണ്. ഡീസലിന് ഓക്കെ, ഡീസലിനാണ് വിസ്കോസിറ്റി കുറഞ്ഞത്. വിസ്കോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇത് ഡീസൽ നമ്മൾ നോക്കുമ്പോഴേടാ വലിയ കട്ടിയില്ലാത്തൊരു സാധനമാണ്. വിസ്കോസിറ്റി കൂടിയതിന് കട്ടി കൂടുതലായിരിക്കും. തേനിത്തിരി കട്ടിയുള്ള ഒരു സാധനമാണ്. അതുപോലെ ഗ്ലിസറിനും കട്ടി കൂടുതലായിരിക്കും, മെർക്കുറിയും കട്ടിയുള്ളതാണ്. കറക്റ്റ് പറഞ്ഞാൽ വിസ്കോസിറ്റി എന്താണെന്നറിയാം, അതൊരു പ്രതിരോധമാണ് കേട്ടോ. അതൊരു പ്രതിരോധമാണ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു ദ്രവത്തിന്റെ ആകൃതിക്ക് ആകൃതിക്ക് മാറ്റം വരാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ മാറ്റം വരുത്തുന്നതിനെതിരെ, ഒരു ദ്രവത്തിന്റെ ആകൃതിക്ക് മാറ്റം വരുത്തുന്നതിനെതിരെ ദ്രവം നടത്തുന്ന പ്രതിരോധമാണ്. ആ ദ്രവം പ്രയോഗിക്കുന്ന പ്രതിരോധമാണ്. ദ്രവം പ്രയോഗിക്കുന്ന ഒരു പ്രതിരോധമാണ് ഈ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായ? അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു ദ്രവത്തിന്റെ ആകൃതിയിൽ മാറ്റം വരുത്തുന്നതിനെതിരെ ദ്രവം പ്രയോഗിക്കുന്ന പ്രതിരോധത്തെയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. കട്ടി കൂടിയ ദ്രാവകങ്ങൾക്ക് വിസ്കോസിറ്റി കൂടുതലായിരിക്കും. കട്ടി കുറഞ്ഞ ജലം പോലത്തെ ദ്രാവകങ്ങൾക്ക് വിസ്കോസിറ്റി കുറവായിരിക്കും. അപ്പൊ വിസ്കോസിറ്റി എന്താണ് മനസ്സിലായല്ലടാ? ഓക്കെ. അടുത്ത, മിഠായി പൊതിയാൻ അലൂമിനിയം ഫോയിൽ ഉപയോഗിക്കുന്നു. ഇതിന് കാരണമായ ലോഹ സവിശേഷത ഏതാണ്? മിഠായി പൊതിയാൻ അലൂമിനിയം ഫോയിൽ ഉപയോഗിക്കുന്നു. ഇതിന് കാരണമായ ലോഹ സവിശേഷത. ഓക്കെ, മിഠായി പൊതിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലോഹ സവിശേഷത ഏതാ പിള്ളേരെ? മാലിയബിലിറ്റി ആണല്ലേ. മാലിയബിലിറ്റി. ഓക്കെ, നമുക്ക് ഈ പറയുന്ന മാലിയബിലിറ്റി, കണ്ടക്ടിവിറ്റി, സൊണാരിറ്റി ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. മാലിയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്ട? മാലിയബിലിറ്റി ലോഹങ്ങളെ അടിച്ചു പരത്താനുള്ള കഴിവാണ് അല്ലെ. ലോഹങ്ങളെ അടിച്ചു പരത്തുന്നതിനുള്ള കഴിവാണ് എന്ത് പറയുന്നത്? മാലിയബിലിറ്റി. ഡക്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡക്ടിലിറ്റി എന്ന് വെച്ചാൽ വലിച്ചു നീട്ടാനുള്ള കഴിവാണ്. വലിച്ചു നീട്ടാനുള്ള കഴിവിനെയാണ് ഡക്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സൊണോറിറ്റി എന്ന് വെച്ചാൽ എന്താണ്? സൊണോറിറ്റി ആ ലോഹങ്ങള് ഏതെങ്കിലും ഹാർഡായിട്ടുള്ള പ്രതലങ്ങൾ തട്ടുമ്പോൾ ശബ്ദം കേൾക്കുന്ന, ഇപ്പൊ നമ്മുടെ മണിയുടെ പ്രവർത്തനം ഉണ്ടല്ലോ, മണി ഇപ്പൊ അമ്പലത്തിനും പള്ളിയിലേക്കുള്ള മണിയുടെ പ്രവർത്തനം ഒരു ടൈപ്പ് ഓഫ് സൊണോറിറ്റി ഉപയോഗിച്ചിട്ടുള്ളതാണ്. മനസ്സിലായ? ശബ്ദം ഹാർഡായിട്ടുള്ള പ്രതലങ്ങൾ തട്ടുമ്പോൾ ശബ്ദം കേൾക്കുന്നത് ഈ പറയുന്ന സൊണോറിറ്റി എന്ന് പറയുന്ന പ്രതിഭാസം ഉള്ളത് കൊണ്ടാണ്. മാലിയബിലിറ്റി എന്ന് വെച്ചാൽ അടിച്ചു പരത്തുന്നതും, ഡക്ടിലിറ്റി വലിച്ചു നീട്ടുന്നതാണ്. ഇത് അങ്ങോട്ട് മാറിപ്പോണ ആൾക്കാരുണ്ടോ? മാലിയബിലിറ്റിയും ഡക്ടിലിറ്റിയും അതൊക്കെ എളുപ്പമാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഭർത്താവ് ഭാര്യയോട് മാല പണയം വയ്ക്കാൻ ചോദിച്ചു. മനസ്സിലായോ? ഭർത്താവ് ഭാര്യയോട് മാല പണയം വയ്ക്കാൻ ചോദിച്ചു. ഭാര്യമാരെ സ്വഭാവമൊക്കെ അറിയാമല്ലോ. ഭാര്യ ഭർത്താവിനെ അടിച്ചു പരത്തി കേട്ടാ. അല്ലെങ്കിൽ തിരിച്ച് ഇവിടെ കൊടുക്കൂലെന്ന് പറഞ്ഞു. അപ്പൊ ഭർത്താവ് ഇത്തിരി കലിപ്പനാണ്. ഭർത്താവ് ഭാര്യ അടിച്ചു പരത്തി. അപ്പൊ മാലയ്ക്ക് വേണ്ടി അടിച്ചു പരത്തി എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. മനസ്സിലായോ? മാലയ്ക്ക് വേണ്ടി അടിച്ചു പരത്തി. ഭർത്താവ് നിങ്ങളെ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് ഇപ്പം ഭർത്താവ് ഭാര്യ അടിക്കുന്നതായിട്ട് ചിന്തിക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചിന്തിക്കുക. ഇനി അങ്ങനെയല്ല, ഭാര്യ ഭർത്താവിനെ അടിക്കുന്നതാണ് ചിന്തിക്കാൻ ഇഷ്ടമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഓർത്തിരിക്കുക. എന്തായാലും മാല ചോദിച്ചപ്പോൾ അടിച്ചു പരത്തി ഓർത്ത് വെക്കണം. ഓക്കെ, നിങ്ങൾ ഏതാ ചിന്തിക്കുന്നേ? ഭർത്താവ് ഭാര്യ അടിക്കുന്നതായിട്ടാണോ? സെക്കൻഡ് ഭാര്യ ഭർത്താവിനെ അടിക്കുന്നതായിട്ട്. ഓക്കെ, ആ പാവപ്പെട്ട മാറ്റുന്നതായിരിക്കും ചിലപ്പോൾ മാല. ക്ലിയർ ആണ്? ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഓർത്ത് ഡക്ടിലിറ്റി എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടാനുള്ള കഴിവിനെയാണ് പറയുന്നത്. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ അടിച്ചു പരത്തുന്ന കഴിവിനെയും, സൊണോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്ട തട്ടുമ്പോൾ ശബ്ദം കേൾക്കുന്നതും, കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്ട നമ്മുടെ വൈദ്യുതി കടത്തി വിടുന്നതിനെയും താപം കടത്തി വിടുന്നതിനെയൊക്കെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, കടത്തി വിടാനുള്ള കഴിവ്, അതായത് വൈദ്യുതിയും താപവും കടത്തി, ചാലകത എന്ന് പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആദ്യമായി ഒരു ഏഷ്യൻ രാജ്യത്തിൽ നിന്നും പേര് ലഭിച്ച മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 113 ഏതാണ് ഈ രാജ്യം? നമുക്കത് ഈസി ക്വസ്റ്റ്യൻ ആണ്. PSC പലപ്പോഴും എടുത്തുന്ന ചോദ്യമാണ്. ഏതാണ്ട് പിള്ളേരെ? ജപ്പാനാണ് ആൻസർ. ആ ഒരു മൂലകത്തിന്റെ പേര് നിഹോണിയം എന്നാണ് അല്ലെ. നിഹോണിയം എന്നാണ്. അപ്പൊ ജപ്പാനാണെങ്കിൽ ജപ്പോണിയം എന്നല്ലേ വരേണ്ടത്. പിന്നെ എങ്ങനെ നിഹോണിയം എന്ന് വന്നത്?
പിള്ളേരെ നിപ്പോൺ എന്നറിയപ്പെട്ടിരുന്ന രാജ്യമാണ് ജപ്പാൻ. അപ്പൊ അതിൽ നിന്നാണ് നിഹോണിയം എന്ന പേര് വന്നത് കേട്ടോ. ഓക്കെ. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിന്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനത്തെ എന്താണ് പറയുന്നത്? ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി വസ്തു ഇങ്ങനെ ചലിക്കും. അതിനെ പറയുന്ന പേരെന്താ ഉള്ളരെ? അതിനെ പറയുന്ന പേരാണ് ദോലനം. എന്താണ്? ദോലനം. ഓക്കെ, ദോലനം. പെൻഡുലത്തിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, ഓക്കെ, ഇതൊക്കെ ദോലനമാണ് കേട്ടോ, ദോലനമാണ്. ഓക്കെ. അടുത്ത്, ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനാരാണ്? പ്ലം പുഡിംഗ് മാതൃക. പ്ലം പുഡിംഗ്. പ്ലം കേക്ക് തോനെ തിന്നണം അല്ലേ? പ്ലം കേക്ക് തോനെ തിന്നണം. ഇത് എന്റെ ഒരു കോഡാണ്, വേണമെങ്കിൽ ഓർത്തിരിക്കാൻ പറ്റും. പ്ലം കേക്ക് തോനെ തിന്നോന്ന് ഓർത്തിരുന്നായി. പ്ലം കേക്ക് നമ്മൾ തോനെ തിന്നത്തില്ലേ? തോംസൺ. പ്ലം കേക്ക് അറിയത്തില്ലേ? പ്ലം കേക്ക്, മറ്റേ ക്രീം കേക്കും പ്ലം കേക്ക് നമ്മൾ തോനെ തിന്നും. ഞങ്ങൾ ട്രിവാൻഡ്രത്തേരി ഒരുപാടൊന്നിന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് തോന. കുറച്ച് നമുക്ക് ഉള്ള വാക്കാണ് ഇത്തിരി, ഇത്തിപ്പൂരം. ഇതൊക്കെ ഞങ്ങൾ പറയുന്ന വാക്കുകളാണ്. ഇവിടെ എല്ലായിടത്തും പറയോ? തോംസൺ ബേക്കറി ഉണ്ടെങ്കിൽ എളുപ്പമായി. തോംസൺ ബേക്കറിയിൽ നിന്ന് പ്ലം മാച്ചെന്നോ പുഡിംഗ് മാച്ചെന്നോ എന്നൊക്കെ ആലോചിച്ചിരുന്നാൽ മതി. ഓക്കെ. ഈ പുഡിംഗ് എന്ന് പറഞ്ഞാലും കഴിക്കുന്ന സാധനം തന്നെയാണ് കേട്ടാ. നിങ്ങൾ തോനെ തിന്നൊന്നൊക്കെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ. ഈ ഉത്തിപ്പൂരം നിങ്ങൾ പറയൂടെ എങ്ങോട്ടെവിടെയെങ്കിലും? ഉത്തിപ്പൂരം ഇല്ല. ഞങ്ങളുടെ കുറച്ച്, ആദ്യം പറയാം, കുറച്ചെന്ന് പറയാൻ എളുപ്പം, കുറച്ച് മതി. ഉത്തിപ്പൂരം എന്ന് പറയുമ്പോൾ 4 അക്ഷരം ഉണ്ട്. അത് പാടാം, എന്നാൽ നമ്മൾ അതേ പറയത്തുള്ളൂ. നിങ്ങൾ ഉത്തിപ്പൂരം തരുമോ എന്നാണ് ചോദിക്കുന്നത്. അടുത്ത, ആവർത്തന പട്ടികയിൽ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് പേരിൽ വിളിക്കുന്നു? ഹാലജനുകൾ അല്ലേ? 17ാം ഗ്രൂപ്പ് മൂലകങ്ങളെ നമ്മൾ പറയുന്നത് ഹാലജനുകൾ എന്നാണ്. ഹാലജനുകൾ 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലജനുകൾ. ഓക്കെ. 2 ക്വസ്റ്റ്യനും കൂടെ. ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന നിയമം ഏതാണ്? പിള്ളേരെ പഠിച്ചു വെച്ചോ. ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ബ്രേക്ക് എന്നിവ ബന്ധപ്പെട്ട അടിസ്ഥാന നിയമമാണ് പാസ്കൽ നിയമം. ഓക്കെ. ഇസ്രോ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളെ സംബന്ധിച്ച് താഴെ നൽകിയതിൽ തെറ്റായത് ഏതാണ്? ഇത്തിരി പാടുള്ള ക്വസ്റ്റ്യൻ ആണ്. കണ്ടുപിടി. കാരണം പലതും നിങ്ങൾക്ക് വലിയ ഒരു പിടുത്തമില്ലാത്ത ഒരു ഭാഗമാണ്. ഞാൻ തന്നെ പറഞ്ഞുതരാം പിള്ളേരെ. ഇതില് CMS-01 ഒരു ആശയവിനിമയം, നമുക്ക് തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത് കേട്ടോ. തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത്. ഇതിൽ നോക്കി, CMS-01 എന്നത് ഒരു ആശയവിനിമയ ഉപഗ്രഹമാണ്. അത് ശരിയാണ്. GSAT-6A ഒരു ഭൂനിരീക്ഷണ ഉപഗ്രഹമാണ്. GSAT കമ്മ്യൂണിക്കേഷൻ. GSAT-6A എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് GSAT-6A എന്ന് പറയുന്നത്. മിഷൻ EOS-03 എർത്ത് ഒബ്സർവിംഗ് സാറ്റലൈറ്റ് എന്നാണ് EOS-ന്റെ പൂർണ്ണരൂപം. എർത്ത് ഒബ്സർവിംഗ് സാറ്റലൈറ്റ്, അതായത് ഭൂനിരീക്ഷണ ഉപഗ്രഹം. EOS-03 വിജയിച്ചില്ല, അത് ശരിയാണ്. അത് ശരിയാണ്. ഓക്കെ. ഇത് 2 തെറ്റ്. അതുപോലെ തന്നെ 4, INS-1C ഒരു നാവിഗേഷൻ ഉപഗ്രഹമാണ്. INS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ എന്നെന്താ എന്ന് വെച്ചൊരു വാക്ക് പറഞ്ഞേ. നാവിഗേഷനാ. തെറ്റാണെന്നല്ലേ പറഞ്ഞത്? എന്ന് വെച്ചൊരു വാക്ക് പറഞ്ഞേ. വേറൊരു വാക്ക് നാവിഗേഷൻ അല്ലാതെ എന്ന് വെച്ച് എന്തെല്ലാം വാക്ക് ആര് കണ്ടുപിടിക്കണം? കമന്റ് ചെയ്യാൻ നോക്കട്ടെ. എന്ന് വെച്ചിട്ട് ഇവിടെ വരുന്ന വാക്ക് ആരാ കണ്ടുപിടിക്കാൻ നോക്കട്ടെ. കമന്റ് എന്ന് വെച്ചുള്ള വാക്കുകൾ കമന്റ്. നാഷണൽ ഒന്നും അല്ല. എടാ ഒരു വാക്ക് കമന്റ് ചെയ്യടാ. നീയൊക്കെ എന്ത് വഴി തുടങ്ങുന്നത്? എന്ന് വെച്ചിട്ടുള്ള ഒരു നാനോ കേട്ടാ. നാനോ. ഓക്കെ. നാനോ സാറ്റലൈറ്റ് എന്നാണ്. ഇന്ത്യൻ നാനോ സാറ്റലൈറ്റ് എന്നാണ്. ഇത് നമ്മുടെ ഈ ഭൂമിയുടെ പിക്ചറൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ്. ഇന്ത്യൻ നാനോ സാറ്റലൈറ്റ് കേട്ടാ. ഓക്കെ, ക്ലിയർ ആണ്. അതായത് 2ഉം 4ഉം മാത്രം തെറ്റാണ്. ഓക്കെ. അപ്പൊ ആൻസർ ഓപ്ഷൻ എ. ഓക്കെ പിള്ളേരെ, അപ്പൊ നമ്മൾ 40 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ. ഞാൻ ചോദിക്കുന്ന രീതിയിൽ മാർക്ക് വേണ്ടിയിട്ട് നമുക്ക് പോവാം. 35+ ഉള്ളവർ ആദ്യം കമന്റ് ചെയ്യും. 35+. അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് വേണമെങ്കിൽ ഉണ്ടോ? ഇല്ല. ഓക്കെ. 30+ ഉള്ളവർ കമന്റ് ചെയ്തേ. 30+.
30+ ഉള്ളവരൊക്കെ കമന്റ് ചെയ്യും 30+ ഉള്ളവർ കമന്റ് 30+ ഉള്ളവര്. ഓക്കെ, പോലെടാ ഇപ്പൊ വിടാവേ. 30+ ഉള്ളവര് വിഷ്ണു 34, ബിജിന 34, മനു കെ 33, റുബീൻ 33, കൃഷ്ണേന്ദു 36 അർച്ചന 34, സൗമ്യ 31, ഗാന 32, അശ്വതി 30.33, വത്സല 32, രമ്യ 33.6, വിഷ്ണു നാരായണ 31, അനുലക്ഷ്മി 32, ശ്വേത 33, സാന്ദ്ര 34, അപർണ 34, ഷഹിന 30, അഞ്ജന 32.66, പിങ്കി 30.33, പാർവതി 30, സൗമ്യ 30. എല്ലാവരും മാർക്ക് കമന്റ് ചെയ്തിട്ട് പൊക്കോ. എല്ലാവരും മാർക്ക് കമന്റ് ചെയ്തോ, ഞാൻ നോക്കിക്കോളാം. എല്ലാവരും കമന്റ് ചെയ്തോ കേട്ടോ. ഓക്കെ, എന്റെ ലെഫ്റ്റ് ആയിക്കോ, ഞാൻ നോക്കിക്കോളാം.